الحمد لله الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعابدين بعثه للإيمان مناديا وإلى دار السلام داعيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته ساحيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد بالتراب اللهم صل على سورة سيدنا محمد بالسور اللهم صل على اسم سيدنا محمد بالأسماء وعلى آله وصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل وريد ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير أفوض أمري إلى الله أفوض أمري إلى الله أفوض أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين صدق الله صدق الله മുത്തൊളി ത്വാഹ നബിയേ മർഹബ പാടാം കനിയേ മധുഹുകൾ ഏകാം നിധിയേ കൽബിലെ പൂന്തേൻ മണിയേ
കൽബിലെ പൂന്തേൻ മണിയേ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും പുണ്യനൂറായി ലംഘിടുന്ന പൂമണവും ഏറ്റിടുന്ന പൂറസൂലെ കാണുവാനായി ആശയേറെ യാ റഹീമേ ആശയേറെ യാ റഹീമേ ലാ ഇലാഹ എന്ന പന്തം ലോയിലായി മിന്നിയ മന്ത്രം നൂറൊളിയായി നിന്നു സ്വന്തം ദീനിനെ ജീവനിമ്പം ജീവനേക്കാൾ ദീനിലിമ്പം പുണ്യറൗള കാണുവാനായി പാപം മാറ്റി പോകുവാനായി ഫളിലേറി നിൽക്കുവാനായി പൂതിയേറെ യാ കരീമേ പൂതിയേറെ യാ കരീമേ നല്ല പ്രാവിൻ പാറൽ കാണാൻ ഫദ്ലവേറും കൂബ കാണാൻ നിന്ദിയാലമൂത്തിടാനായി കരുണയേക് യാ റഹീമേ കരുണയേക് യാ റഹീമേ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും സ്വലവാത്തുല്ലാഹി അലൈക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്തു കൊടുക്കുക. കല്യാണം, പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണം നടന്ന ഏറ്റവും വലിയ സഹായം നമ്മളെ ചെയ്യണം. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്താൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സമ്പത്ത് തന്നിരിക്കുന്ന പോലെ ആർക്കാ സമ്പത്ത് കൊടുത്തത്? മിസ്തഹ് ബിൻ ആസാസ് എന്ന് പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാസാമാസം ഒരു സ്വതക്ക കൊടുക്കുന്ന ഒരു മനുഷ്യനുണ്ട്. മാസവരിയായി നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ, ഇല്ലെങ്കിൽ ദിവസം 400 രൂപയുടെ ജോലി ചെയ്യുന്നവർ 250 രൂപയുടെ ജോലി ചെയ്യുന്ന 10 രൂപ ഒരു ദിവസം മാറ്റാണ്. എല്ലാ ചെലവിനും പൈസ മാറ്റി വെക്കും. അതിൽ നിന്ന് 10 രൂപ മാറ്റി വെക്കാം. എന്തിനാണ്? ഏതെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആവശ്യം വരുമ്പോൾ കൊടുക്കാൻ 10 രൂപ മാറ്റി. നമ്മൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പട്ടിണിയിലാണെങ്കിൽ പോലും നിത്യമായും എല്ലാ മാസത്തിലും ഒരു ദിവസം മിസ്തഹ് ബിൻ ആസാസ് എന്ന് പറയുന്ന മനുഷ്യന് ഒരു നിശ്ചിത തുക കൊണ്ട് കൊടുക്കുമായി. എല്ലാ സഹോദരിമാരും ചിട്ടി കൂടുമല്ലോ. ചിട്ടി ഇന്നതാണല്ലോ എല്ലാവർക്കും ചിട്ടി. കുടുംബശ്രീയിലെ ചിട്ടി, ഓണച്ചിട്ടി, അത്തച്ചിട്ടി, റംസാൻ ചിട്ടി എന്ന് പറഞ്ഞ പോലെ ചിട്ടികൾ. അതിലൊക്കെ സഹോദരിമാരെ കൂടും. അച്ചാരെ നൂരിയ 15, പാപ്പാരെ നൂരിയ 30 കൂടെ കൂട്ടി 45, പിന്നെ താത്ത നേരത്തെ എടുത്തു വെച്ചിരുന്ന 5 കൂടെ വെച്ച് 50 ഒരു മാസം. അത് നമ്മൾ കൊടുക്കും. അതിനൊക്കെ നമുക്ക് വലിയ ഉത്സാഹമാണ്. കാരണം ഇതെല്ലാം പോകുന്നതെല്ലാം തിരിച്ചു കിട്ടുന്നത്. അതെവിടെ തിരിച്ചു കിട്ടുന്നത്? ദുനിയാവിൽ തിരിച്ചു കിട്ടുന്നത്. ആഖിറത്തിൽ തിരിച്ചു കിട്ടുന്ന ഒരു അക്കൗണ്ട് തുടങ്ങാൻ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സുവെക്കുക. എന്റെ നാട്ടിലൊരു സഹോദരൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടപ്പോൾ ആ സഹോദരന്റെ വീട്ടിലേക്ക് മയ്യത്ത് കാണാൻ വന്നത് എന്റെ പ്രിയമുള്ളവരെ ജനങ്ങൾ വെറുക്കുന്ന കുഷ്ഠരോഗമുള്ള, കയ്യും കാലും ഇല്ലാത്ത, മരണമറിഞ്ഞപ്പോൾ അവർ അത്ഭുതപ്പെട്ട് ഞെട്ടിത്തരിച്ചു പോയി. ദിവസങ്ങൾ കഴിഞ്ഞിട്ടാ വീട്ടിലേക്ക് വന്നത്. അവരെ എല്ലാവരെയും ഈ മരണപ്പെട്ടുപോയ ആള് പലപ്പോഴും ഒക്കെ കാര്യമായി സഹായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അവിടെ വന്നപ്പോഴാണ് അവിടെ ബന്ധുക്കൾ പോലും അതറിയും. അങ്ങനെ രഹസ്യമായ ഒരു സഹായം നമുക്ക് വല്ലപ്പോഴും ഒക്കെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റഹിമഹുല്ലാഹ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട ശിഷ്യഗണങ്ങളോട് പറഞ്ഞിരുന്നറിയും, പരസ്യമായ അമലുകളൊന്നും വിശ്വസിക്കാൻ പറ്റൂല അണികളെ.
അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പർവ്വതങ്ങളെക്കാൾ വലിയ രഹസ്യമായ ആരാധനകൾ പടുത്തുയർത്തണേ. പരസ്യമായതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. പൊളിഞ്ഞു പോയാലോ, സ്വീകരിക്കാതിരുന്നാലോ, അപാകതകൾ വന്നുകൊണ്ട് മനസ്സിന്റെ അകത്ത് റിയാ വന്നുപോയാലോ. അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പരസ്യമായതിനപ്പുറം രഹസ്യമായി പടച്ച റബ്ബിനെ വണങ്ങുന്ന കാര്യം മറക്കല്ല. ബഹുമാനപ്പെട്ട ശാഫി ഇമാം ലോകത്തോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രഹസ്യമായ സഹായം. ഇപ്പോ ചില ആൾക്കാർ പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് ഇതുപോലെ രഹസ്യമായിട്ട് സഹായിക്കും. നമ്മളെ കൊണ്ട് പറ്റുന്നത് ചെയ്യണം. നമ്മൾ ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് പോയി, പ്രത്യേകിച്ച് ചെറുപ്പക്കാരാണ്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സില്ലല്ലോ. കാരണം നിങ്ങളുടെ പ്രായത്തിലുള്ള നിങ്ങളുടെ സഹോദരന്റെ പെങ്ങളുടെ കല്യാണമാണ്, കൂട്ടുകാരന്റെ പെങ്ങളുടെ കല്യാണം. നിങ്ങളൊരു 10-45 ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടും. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വരിക നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനിയുടെ കല്യാണത്തിന്. കോളേജിൽ നിന്ന് വരുന്ന 50 പേര് അല്ലെങ്കിൽ 60 പേര് വന്ന് ഇഷ്ടം പോലെ തലേ ദിവസം വന്ന് പൊറോട്ട, പത്തിരി, ഇറച്ചിയൊക്കെ തിന്ന് വയറ് വീർപ്പിച്ചിട്ട് മണവറയിൽ കയറിയിട്ട് തന്റെ കൂട്ടുകാരിയായ പുതുമണവാട്ടിക്ക് ഒരു സമ്മാനം കൊടുക്കും. എന്താ സമ്മാനം? ക്ലോക്ക് മേശപ്പുറത്ത് വെച്ച് 50 രൂപ 55 രൂപ വില, കൂടിപ്പോയ 500 രൂപ പോട്ടെ. ഇത് കൊണ്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച്, ഒരാൾ 50 രൂപ വെച്ചാണെങ്കിലും ആ പൈസ കൊണ്ടുവന്ന് ആ പെൺകുട്ടിയുടെ വാപ്പാടെ കയ്യിൽ കൊടുത്തിരുന്നു. പലവ്യഞ്ജനക്കടയിൽ കൊടുക്കാൻ പകുതിയായാൽ, കസേരക്കാരന് കൊടുക്കാൻ പകുതിയായാൽ അതൊരു വലിയ ഉപകാരമില്ല അവർക്ക്. അതൊന്നും നമ്മൾ ചെയ്യാറില്ലല്ലോ. മനോരമ പത്രത്തിന്റെ ഒരാഴ്ചത്തെ പത്രത്തിനകത്ത് 25 രൂപ പൊതിഞ്ഞുകൊണ്ട് പോണ പോക്ക് കണ്ടാൽ തോന്നും കല്യാണത്തിന് സ്വർണ്ണം വാങ്ങി കൊടുത്ത നിങ്ങൾ നിങ്ങളുടെ പാപ്പാവിന് കൊടുക്കും. ആ രീതിയിലാ തോന്നിയ. അതുകൊണ്ട് പാവപ്പെട്ടവരാണെങ്കിൽ സഹായിക്കാനുള്ള മനസ്സ് നമുക്ക് നിർബന്ധമായും പ്രിയപ്പെട്ടവരെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാസാമാസം ഒരു തുക കൊടുക്കുമായിരുന്നു. പെട്ടെന്നാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് അപവാദം വരുന്നത്. വ്യഭിചാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, വ്യഭിചരിച്ചിരിക്കുന്നു എന്ന അപവാദം പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മനസ്സിൽ വന്ന സങ്കടത്തെക്കാൾ ഏറ്റവും അധികം സങ്കടപ്പെട്ടത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. കാരണമെന്ത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ഇന്ന് പിന്നെ നമ്മുടെ സഹോദരിമാരെ കുറിച്ച് വ്യഭിചാരാരോപണം പറയുന്നതിൽ അതിശയമുണ്ടോ? ചില സഹോദരിമാര് പറയും, അങ്ങനെ പറഞ്ഞ് കയറ്റിക്കുടിക്കും മുസ്ലിയാരെ, ഇവിടെ പച്ചസാരി ഉടുത്തോണ്ട് നടന്നുകൂടാ, ഇവിടെ ചുവന്ന സാരി ഉടുത്തോണ്ട് നടന്നുകൂടാ, ഇവിടെ മച്ച ഗ്രഹിപ്പോയ കല്യാണത്തിന് വെക്കൂടാ, അപ്പോഴേ നമ്മളെ കുറിച്ച് അപവാദങ്ങളും കിംവദന്തികളുമാണ് എന്ന് പറയുന്ന സഹോദരിമാരെ, നിങ്ങൾ തെറ്റുള്ളത് കൊണ്ടല്ലേ അവർ പറയാം. ഒരാൾ വ്യഭിചരിച്ചു എന്ന് പറയണമെങ്കിൽ വ്യഭിചാരം നേരിട്ട് തന്നെ കണ്ടുകൊണ്ട് കാണണം, എങ്കിലേ പറയാവൂന്ന് അല്ലാഹു റസൂൽ പറഞ്ഞു. അതുകൊണ്ട് ആരെയും നമ്മൾ വ്യഭിചാരി എന്ന് പറയരുത്. പക്ഷെ നമ്മുടെ സഹോദരിമാരുടെ ഈ നടത്തവും പോക്കും കാണുമ്പോൾ ചിലർ വട്ടം കൂടി എന്ന് പറഞ്ഞു പോകുന്നത്. നിങ്ങളെപ്പോലെ അഴിഞ്ഞാടി നടന്നിരുന്നവരായിരുന്നില്ല എന്റെ സഹോദരിമാരെ. നിങ്ങളെല്ലാവരും അങ്ങനാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ആലോചിക്കണം, നമ്മുടെ സഹോദരിമാരുടെ ഒരുക്കം കണ്ടാൽ നഫീസത്തുൽ മിസ്രിയെ രണ്ടാമത് ജനിച്ചതാണെന്ന് തോന്നിപ്പോകും. ഇവിടെ പിന്ന്, അവിടെ പിന്ന്, ഇവിടെ മുട്ടുസൂചി എന്നൊക്കെ എല്ലാം നല്ലപോലെ മറച്ച് ഇങ്ങനെ വലിയ റാഹത്തായിട്ട് നടക്കും. പോയവിടെ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആരോടെ പോയി? കൊച്ചാപ്പാരെ കൂടെ വിളിച്ചോടി. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഓട്ടം. 17 കാര്യം 16 കാര്യം ഓട്ടം നിർത്തി. ഇപ്പൊ 30 കാര്യം 35 കാര്യം ഓടിക്കൊണ്ടിരിക്കുക. പള്ളികളിലൊക്കെ ചർച്ച ചെയ്താ ഏകദേശമുള്ള ഭർത്താക്കന്മാരൊക്കെ ഭാര്യയ്ക്ക് സുഖമാണ്, സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും, ഒരാളായി പോയിട്ട് അന്ന് പോയതാ, രാവിലെ ഇറങ്ങിയതാ, ഇതുവരെ വന്നിട്ടില്ല, അങ്ങനെ പറയുന്നവരാ കൂടുതൽ. പോയില്ലേ? അതുകൊണ്ട് വസ്ത്രം ധരിക്കാൻ ഇന്ന് നമ്മുടെ സഹോദരിമാർക്കൊക്കെ 100 മാർക്കാണ്. പക്ഷേ മനസ്സിന്റെ വസ്ത്രം അവരഴിച്ചറിഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ പുറം ലോകം അറിയുന്നില്ല. ഇത്ര ഗതികേടാണ് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുറിച്ച് അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ആശങ്കപ്പെട്ട് തർക്കമില്ല. ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. ഇന്ന് റിയാലിറ്റി ഷോകളുടെ കാലമാണ്. ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം വരെ ടിവിയിലുണ്ടായി. എന്തൊരു രംഗമാണ്! ഗർഭിണികളുടെ ഭരതനാട്യ മത്സരം. സഹോദരിമാരെയും 8 മാസം കഴിഞ്ഞൊരു എന്താടോ ജഡ്ജസ് പറയും, സംഗതി 9 മാസം കഴിയുമ്പോൾ വെളിയിൽ വരും. സംഗതി ഇപ്പൊ നീ മാർക്കറ്റിലല്ല വരുത്താനുള്ളത്. ഗർഭവതികളുടെ ഭരതനാട്യം 17 റിയാലിറ്റി ഷോ, 20 റിയാലിറ്റി ഷോ, കുഞ്ഞുമക്കൾക്ക് റിയാലിറ്റി ഷോ, പ്രായപൂർത്തിയായ ആകാത്തവർക്കും ആയവർക്കും, പ്രായം ചെന്ന തള്ളമാർക്കും തന്തമാർക്കും റിയാലിറ്റി ഷോ. അങ്ങനെ ഓരോ
പ്രിയപ്പെട്ട സീരിയൽ നടി ഒരു രാത്രിക്ക് 25,000 രൂപ പ്രഖ്യാപനം നടത്തിയിട്ട് 10 രാത്രി 5 പുരുഷന്മാർക്ക് വേണ്ടി കിടക്കറവം കിട്ടുപോയി എന്ന് പ്രിയപ്പെട്ടവരെ 25,000 രൂപ ഓരോ ദിവസം വെച്ച് പ്രതിഫലം വാങ്ങിയ സീരിയൽ നടിയെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ ആ സീരിയൽ നടി ചാനലിലൂടെ പ്രത്യക്ഷപ്പെട്ട് കള്ളക്കണ്ണീരെടുക്കുമ്പോ അവരുടെ മുമ്പിൽ നിന്ന് നിലവാരയിലിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ സലാത്തമാറിയിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം റമദാൻ മാസത്തിന്റെ 27-ാമത് കട്ടിലിനടിയിലേക്ക് വലിച്ചെറിഞ്ഞ മുസല്ല കട്ടിലിനടിയിൽ കിടന്ന് ചിതലെടുക്കുമ്പോ ഈ ദേശങ്ങളാണ് പെൺകുട്ടികളുടെ കണ്ണീര് കണ്ടിട്ട് കണ്ണീര് തുറക്കുന്ന സംസ്കാര ശൂന്യമാണ് ജീവിതത്തിലേക്ക് എന്റെ പ്രിയപ്പെട്ട സമുദായത്തിൽ സഹോദരിമാര് മാറിപ്പോയത് ഒരുപാട് സങ്കടമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പരിശുദ്ധമായ പരിപാവനമായ റമദാൻ മാസം കൊണ്ടുവരുമ്പോ ഒരിക്കലും എന്റെ സഹോദരിമാരിൽ പെട്ടുപോകരുത്. റമദാൻ മാസത്തിന് മുമ്പ് കുങ്കുമപ്പൂ തീരാൻ ഒരു സഹോദരി 101 രൂപ. ഏത് കുങ്കുമപ്പൂവാ? പാലിട്ട് പിടിക്കണ വെളുക്കാനുള്ള കുങ്കുമപ്പൂവല്ല, സീരിയല. കാരണം അച്ഛ വന്ന കണക്ഷൻ ഊരിക്കൊണ്ടുപോയാൽ കുങ്കുമപ്പൂന്റെ ക്ലൈമാക്സ് അറിയാൻ കഴിയില്ല. 27-ാമത് തീർന്നു പോയ ഏത്തിക്കാപ്പടം. ചിലര് പറയും കുങ്കുമപ്പൂ തീർന്നിട്ട് നമ്മൾ നന്നായി കൊള്ളാം ഉസ്താദേ. രക്ഷയില്ല. കുങ്കുമപ്പൂ തീരുന്നതിന് 2-3 എപ്പിസോഡ് മുമ്പ് പരസ്യം വരും. കേരള മനസ്സാക്ഷി ഞെട്ടിച്ചുകൊണ്ട് അവൾ വരുന്നു. മുല്ലപ്പൂ നിന്നെ കൊണ്ട് അള്ളാണ് നിന്നെ കൊണ്ട് പോകും. ഒരു ഗത്യന്തരവും നിനക്ക് കിട്ടാൻ പോണില്ല. അതിന്റെ മുമ്പേ നെരീക്കരല്ലാതെ നിവർത്തിയില്ല. മക്കളെ നോക്കാൻ നേരമില്ല, മക്കളെ കുളിപ്പിക്കാൻ നേരമില്ല, മക്കൾക്ക് ആയും എയും ബിയും ഒന്നും എഴുതി കൊടുക്കാൻ നേരമില്ല. അതിനൊക്കെ ഇപ്പോൾ UKG ഇപ്പൊ എന്റെ മോൻ UKG പഠിക്കുന്നുണ്ട്. എനിക്കറിയാം എന്താണെന്നറിയോ, നമ്മുടെ മക്കൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ജോലി ഇപ്പൊ മാതാപിതാക്കൾക്ക് മക്കൾക്കില്ല. സ്കൂളിൽ നിന്ന് വന്നവന്റെ ബാഗ് എടുത്ത് വെച്ചിരിക്കും. അപ്പോ എന്റെ വീട്ടിലെ പരിപാടി എന്താണെന്നറിയോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പറയും പടം വരയ്ക്കാനുള്ളതൊക്കെ വാപ്പാരെ കൊടുക്കും. അങ്ങനെ ഞാൻ ചെല്ലുമ്പോ വാപ്പ 5 ആപ്പിൾ വരച്ചു തരാൻ പറഞ്ഞു. രാത്രി പ്രസംഗം കഴിഞ്ഞോട്ട് ആപ്പിള് അടിയിൽ എഴുതുന്ന ആപ്പിളാണെന്ന് അല്ലെങ്കിൽ അറിയില്ല. അപ്പൊ ആപ്പിള് ഓറഞ്ച് മുന്തിരിയൊക്കെ വരയ്ക്കാൻ അപ്പൊ ജോലി ആപ്പ് വാർക്ക് ഉമ്മ വാർക്ക് രാത്രി ഇങ്ങനെ പഠിച്ചോളണം. ഇങ്ങനെ ഇത് തന്നെ ജോലി എല്ലാ വീടുകളും. അപ്പൊ പഠിപ്പിക്കണ്ട വരച്ചു കൊടുക്കണ്ട എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു. നമ്മുടെ സഹോദരിമാർക്ക് നേരമെവിടെയാ പ്രിയപ്പെട്ടവരെ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്ര വിലപ്പെട്ട സമയമാണ് പെണ്ണുകളെ നമ്മൾ പാഴാക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മാസവും ഒരു നിശ്ചിത തുക അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തിരുന്ന മിസ്റ്ററുണ്ടല്ലോ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് അപവാദം പറയുന്നത് 1-ാമത്തെ ആളായിരുന്നു എന്നറിഞ്ഞപ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിചാരണയാണ് എന്നുള്ള ഒരു ആരോപണം നടന്നപ്പോ അതിന്റെ ഏറ്റവും അധികം പറഞ്ഞത് മിസ്തഹാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്താ ചിന്തിച്ചത്? അല്ലാഹ് എന്റേന്ന് മാസം പൈസ വാങ്ങി ഞാൻ കൊടുക്കുന്നതുകൊണ്ട് ജീവൻ നയിക്കുന്നവൻ എന്റെ മോളെ കുറിച്ച് അപവാദം പറയും. അടുത്ത മാസം പോലെ അവരിങ്ങ് വരട്ടെ, ഞാൻ വെച്ചിരിക്കാം, കൊടുക്കൂല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഉടനെ ഒരു സഹാബി ഓടി വന്നുകൊണ്ട് പറയുന്നു, യാ അബൂബക്കർ സിദ്ദീഖ്, അല്ലോ അബൂബക്കറേ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നുണ്ട് എന്ന് ചെല്ലാൻ പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് വല്ലാതെ നിറഞ്ഞുപോയി. എന്തിനാണ് ഈ സമയത്ത് എന്നെ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അബൂബക്കറേ, നീ മിസ്തവിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്താൻ തീരുമാനിച്ചോ? അബൂബക്കറേ, കണ്ണീരൊഴുക്കിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നിട്ട് പറയുന്നു, നബിയേ, അത് ഞാൻ മിസ്തഹുമല്ലാതെ ലോകത്താരും അറിഞ്ഞിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂബക്കറേ, നിർത്തിക്കളയില്ലേ, മിസ്തഹ് ഒരു പാവപ്പെട്ടവനാണ്, സാധുവാണ്, രോഗിയാണ്, അവന് ജോലി ചെയ്യാനുള്ള കഴിവും കൽപ്പമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ എടുക്കുന്ന സുഖയുണ്ടല്ലോ, അത് മിസ്തഹിന് വല്ലാത്ത ആശ്വാസമാണ്. അതുകൊണ്ട് അബൂബക്കറേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്ത് നിനക്ക് ഒരുപാട് പ്രതിഫലം വാരിക്കോരി വെച്ചിരിക്കുമ്പോ നിന്റെ മോളെ കുറിച്ച് അപവാദം പറഞ്ഞുകൊണ്ട് ആ സഹായം നീ നിർത്തല്ലേ. റസൂലുള്ളാഹിയുടെ കരം കവർന്നുകൊണ്ട്
വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എത്രയാണോ എന്റെ മിസ്തറിന് കൊടുത്തുകൊണ്ടിരുന്നത് അതിന്റെ 2 ഇരട്ടി ഞാൻ കൊടുക്കാൻ നബിയേ, ഞാൻ പട്ടിണിയാണെങ്കിലും കൊടുക്കും നബിയേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ നമ്മൾ തീരുമാനിക്കും, പ്രിയപ്പെട്ടവരെ, നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ, നമ്മളെ കൊണ്ട് സാധ്യമാകുന്ന സഹായങ്ങൾ പാവപ്പെട്ടവർക്ക് ചെയ്തു കൊടുക്കാറുള്ള മനസ്സ് നമുക്ക് വേണേ. റസൂലുള്ളാഹിയുടെ പള്ളിക്കകത്ത് വന്ന ഒരു പാവപ്പെട്ടവർ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞ, നബിയേ, യാത്ര ചെയ്തു വന്നവനാണ്, മുസാഫിറാണ്, അതുകൊണ്ട് വിശക്കുന്നു റസൂലേ, ഏതെങ്കിലും ഒരു സഹാബിയുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് പറഞ്ഞു വിടണമെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂല് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് പറയുന്നു, സഹാബത്തേ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അല്ലാഹുവിന്റെ സ്വർഗത്തിലെ സദ്യ ആർക്കാ വേണ്ടത്? അവരൊരു കാര്യം ചെയ്യണം. ആ ഒരു അൻസാരിയാണ് സഹാബി. ബാക്കിയുള്ളവരെല്ലാം എഴുന്നേൽക്കുന്നതിന് മുമ്പ് സ്വർഗത്തിന്റെ സദ്യ എന്ന് കേട്ടപ്പോ ചാടി എഴുന്നേറ്റ് പോയി. കാരണം എന്തെന്നറിയോ? ആദ്യം എഴുന്നേൽക്കുന്നവർക്ക് പവർ കൂടുതല റസൂലുള്ളാഹിയുടെ മുമ്പേ. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചോദിച്ചാൽ അതിനാദ്യം മറുപടി പറയുന്നവർക്ക് റസൂലുള്ളാഹിയുടെ പ്രത്യേകമായ പ്രശംസയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവൻ നിത്യവൃത്തിക്ക് വകയില്ലാത്തവൻ അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ ചാടി എഴുന്നേൽക്കുകയാ, യാ റസൂലല്ലാഹ്, സ്വർഗീയ വിരുന്ന് എനിക്ക് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്നാ ഇവിടെ വന്നിരിക്കുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ട്, അയാൾ വിശന്നിരിക്കുകയാ, സ്വർഗീയ വിരുന്ന് ആവശ്യമുള്ളവർ അയാളെ കൊണ്ടുപോയിട്ടൊന്ന് രാത്രി സൽക്കരിക്കണമെന്ന് പറഞ്ഞപ്പോ അൻസാരിയായ സഹാബിയുടെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിഞ്ഞുപോയി. റസൂലുള്ള കാണാതിരിക്കാൻ ആ കണ്ണീര് തുടച്ചു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ. അല്ലാഹുവിന്റെ റസൂലേ, ഞാനൊന്ന് വീട് വരെ പോയി വരട്ടെ, എന്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരട്ടെ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉറപ്പില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വേഗം പോയി വാ. ആദ്യം ആ സഹാബി എഴുന്നേറ്റത് കൊണ്ട് പിന്നെ ഒരാളും എഴുന്നേറ്റിട്ടില്ല. ആ സ്വഹാബി വീട്ടിലേക്ക് ചെന്നപ്പോ ഭാര്യ പറയുന്നു, എന്ത് പണിയാ നിങ്ങൾ കാണിച്ചത്? നമ്മൾ പോലും പട്ടിണിയാണെന്ന് അറിയാമല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ എഴുന്നേറ്റതെന്ന് ചോദിച്ചപ്പോ ആ സഹാബി പറഞ്ഞു, പെണ്ണേ, സ്വർഗീയ വിരുന്ന് വേണോന്ന് റസൂലുള്ള ചോദിച്ചപ്പോ ആരാണ് വേണ്ടെന്ന് പറയുന്നത്? പെണ്ണേ, എന്തെങ്കിലും പരിഹാരം കാണണമെന്ന് പറഞ്ഞപ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു, ഭർത്താവേ, 2 പത്തിരിയാണ് എന്റെ കൈവശമുള്ളത്. അതെന്റെ പ്രിയപ്പെട്ട അടിമ മക്കൾ ഉണരുമ്പോ വിശപ്പ് സഹിക്കാനാകാതെ കരയുമ്പോ അവർക്ക് കൊടുക്കാനുള്ളതാന്ന് പറഞ്ഞപ്പോ ഈ സഹാബി പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യൂ, അത് 2ഉം നല്ലതുപോലെ തയ്യാറാക്കി വെച്ചോ. മക്കൾ ഉണരുമ്പോ എന്തെങ്കിലും പറഞ്ഞവരെ സമാധാനിപ്പിച്ചോ, പാട്ടുപാടിക്കൊടുത്തോ, കഥ പറഞ്ഞു കൊടുത്തോ. എന്നിട്ട് ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു റസൂലുള്ളാഹിയുടെ പള്ളിയിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു, സന്തോഷം കൊണ്ട് മനസ്സ് വല്ലാതെ തുള്ളിച്ചാടുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ ചെറ്റക്കൂടയിലേക്ക് പാവപ്പെട്ടവരെ സൽക്കരിക്കാൻ ഞാൻ ഒരുക്കമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ പള്ളിയുടെ പരിസരത്ത് വലിയ കൊട്ടാരം വെച്ചിട്ട് പള്ളിയിൽ വന്ന മുസാഫിറിനെ വീട്ടിൽ കൊണ്ടുപോകണമോ എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് നിസ്കാരം കിടന്നിറങ്ങിയോടാ മനസ്സുള്ളവരായി നമ്മൾ മാറല്ലേ. നമ്മുടെ നാട്ടിലെ കട്ടതയിൽ പിടിക്കുന്ന പ്രയാസവും ദുഃഖവും അനുഭവിക്കുന്ന വിശപ്പടക്കാൻ നിവർത്തിയില്ലാതെ പൊരിഞ്ഞവരുമായി പൊട്ടിക്കറിയുന്ന പാവപ്പെട്ടവരുടെ മുന്നിൽ ബിരിയാണി നിന്ന് ഏമ്പക്കവും വിട്ട് നടന്നു പോകുന്ന ദുർഗുണം നമുക്കുണ്ടാവില്ലേ. ഈ മനുഷ്യരെയും കൊണ്ട് അൻസാരിയായ സഹാബി വീട്ടിലേക്ക് ചെല്ലുമ്പോ ഉണർന്നുപോയ മക്കളുടെ താരാട്ട് പെട്ടിലേക്ക് കൈവച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരി ആ മക്കളെ ഉറക്കാ പാടുപെടുകയാ, ഉണർന്നൂമോനെ ഉണർന്നീടല്ലേ ഉറങ്ങീടല്ലേ കഥ പറയാ അതിരിയല്ലേ സുബർക്കത്തിന്റെ തെളിനീരല്ലേ
വേണ്ടി ഉറക്കുന്നതല്ല, കല്യാണത്തിന് പോകാൻ വേണ്ടി ഉറക്കുന്നതല്ല, സ്വസ്ഥമായിട്ട് മക്കളെ കരച്ചിൽ നിർത്താൻ വേണ്ടി ഉറക്കുന്നതല്ല. ഒരു രണ്ട് ഭക്ഷണത്തിന് വേണ്ടി പൊട്ടിക്കറിയുന്ന മക്കൾക്ക് അടുത്ത് ഭക്ഷണം ഇരിക്കുമ്പോ അരിമ മക്കൾക്ക് കൊടുക്കാതെ പള്ളിയിൽ വരുന്ന ഫക്കീറിന് കൊടുക്കാൻ വേണ്ടി മനസ്സിലാടുക്കുന്ന ഉമ്മ കഥ പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട അരിമ മക്കളെ വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അവർ രണ്ടുപേരും വന്നിരുന്നു. അതിന് ഒരേ നിർബന്ധമാ, നിങ്ങൾ കൂടി ഇരുന്നില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട, നിങ്ങൾ കൂടി ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ഭക്ഷണം വേണ്ട. അയാളുടെ അകത്തേക്ക് പോയി പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണേ ആകെ പ്രശ്നമായല്ലോ, രണ്ട് പത്തിരിയാണുള്ളത്, അതിൽ നിന്ന് ഒന്നിന്റെ പാത്രത്തിൽ വെച്ച് ഞാനെങ്ങനെ കഴിക്കും പെണ്ണേ, എന്നെ കൂടി ഇരുത്താതെയാൾ കഴിക്കൂലാന്ന് പറഞ്ഞിരിക്കുകയാ. ഉടനെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞു കൊടുക്കുന്ന കണ്ടോ, സ്വർഗം കൊതിച്ചു പോയ ഭാര്യയാണ്, സ്വർഗം ആഗ്രഹിച്ചു പോയ ഭാര്യയാണ്, കുടുംബസമേതമല്ലാന്റെ സ്വർഗം കൊതിയോടെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരാണ്. ഇവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് നിങ്ങള്, ഇവരെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങള്. ആ പ്രിയപ്പെട്ട സഹോദരി പറയുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ആകെ നമുക്ക് അയാളുടെ മുന്നിൽ തെളിച്ചു വെക്കാനുള്ള വെളിച്ചമുണ്ടല്ലോ, ആ വെളിച്ചമൊന്ന് കെടുത്തി കളഞ്ഞോ, എന്നിട്ട് രണ്ടും വെച്ചിട്ട് രണ്ട് പാത്രം മുമ്പിൽ വെച്ചിട്ട് ഭക്ഷണമുള്ളത് ഫക്കീറിന്റെ മുമ്പിൽ വെക്കുക, ഭക്ഷണമില്ലാത്തത് നിങ്ങളുടെ മുമ്പിൽ വെക്കുക. എന്നിട്ട് ഇരുട്ടായത് കൊണ്ട് നിങ്ങൾ കഴിക്കുന്നതിൽ ഭക്ഷണമില്ലാന്ന് ഫക്കീർ അറിയില്ലല്ലോ. ഇത് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് തന്റെ ഭാര്യയെ മാറിപ്പിടന്നുകൊണ്ട് പറഞ്ഞു, തന്നെ ഇതിനു വേണ്ടി അല്ലാഹു എനിക്ക് എന്തെങ്കിലും പ്രതിഫലം തന്നാ അതാദവിന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് ഞാൻ പരിമന്ന് പറഞ്ഞുകൊണ്ട് ഫക്കീറിന്റെ മുമ്പിലേക്ക് പോയി ഭക്ഷണമില്ലാത്ത പാത്രം കൊണ്ടുവച്ച് കഴിക്കുന്ന പോലെ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുകയാ. എന്തോ ഒരു രംഗമാ, എന്തോ ഒരവസ്ഥയാ. അയാൾ അന്നത്തെ ദിവസം ഭക്ഷണം കഴിഞ്ഞ് താമസം കഴിഞ്ഞ് സുബഹിക്ക് പള്ളിയിലെത്തി. സുബഹി നിസ്കാരം കഴിഞ്ഞപ്പോ ഒരു സഹാബി വന്ന് പറയുകയാ, ഈ അൻസാരിയായ സഹാബിയോട്, ഇന്നലെ ആരാണ് അതിഥിയെ കൊണ്ടുപോയത്, അവനെ റസൂലുള്ളാഹി വിളിക്കുകയാ. ഇത് പറഞ്ഞപ്പോ സുബഹി നിസ്കാരം കഴിഞ്ഞ് പള്ളിയിലിരിക്കുന്ന അൻസാരിയായ സഹാബിയുടെ കൈകാലുകൾ വിറയ്ക്കാൻ റസൂലുള്ളാഹി വഴക്ക് പറയാ, വിളിക്കുന്നതാണോ, അതിഥിയെ വഞ്ചിച്ചു എന്ന് കുറ്റം ചുമത്താനാണോ, അതിലേക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാത്തതുകൊണ്ട് കുറ്റപ്പെടുത്താനാണോ? ഹൃദയവേദനയോട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരുന്നെന്നറിയോ, ഇന്നലെ നീയാ അതിഥിയെ സ്വീകരിച്ചത്, ഇന്നലെ നീയാ ഫക്കീറായ മനുഷ്യനെ സൽക്കരിച്ചത് അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിന്റെ വിരുന്നോട്ടാ അല്ലാഹു നിന്നെ വിരുന്നോട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണെന്ന് പറഞ്ഞപ്പോ സന്തോഷം കൊണ്ട് നിൽക്കാനാകാതെ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇറങ്ങി ഓടുക. തന്റെ ചെറ്റക്കോടിയുടെ അകത്തേക്ക് പോയി അരിമ മക്കളെ മാറിയെടുത്ത് ചുംബിച്ചിട്ട് പറയുന്ന, മക്കളെ നിങ്ങൾ പട്ടിണി കിടന്നെങ്കിലെന്താ, നിങ്ങൾ ഒരു രാത്രി വിശപ്പടക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞെങ്കിലെന്താ, ഈ പ്രിയപ്പെട്ട എനിക്കും അല്ലാഹുവിന്റെ ഹബീബിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വർഗത്തിലെത്താനുള്ള ആശ പോയിട്ട് നിങ്ങളുടെ ഉമ്മാക്ക് നിങ്ങൾക്കും കുടുംബസമേതം അല്ലാഹുവിന്റെ സ്വർഗത്തില് ഭക്ഷണമുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബി സന്തോഷിച്ചു പോയെങ്കില്, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പള്ളിയിൽ പഠിക്കുന്നവരാകട്ടെ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യുന്നവരാകട്ടെ, ആ പള്ളിയിൽ കടന്നുകൊണ്ടിരിക്കുന്ന ഫക്കീറന്മാരാകട്ടെ, റമദാൻ മാസമാകുമ്പോ നമുക്ക് കാണാമല്ലോ, അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നതൊക്കെ ചെയ്യുക. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരടിമയെ അല്ലാഹു സഹായിക്കുന്നത് ആ അടിമ മറ്റൊരാളെ സഹായിക്കുമ്പോഴാണ്. റമദാൻ മാസം ദൂരയാത്രയൊക്കെ ചെയ്ത് ആരെങ്കിലും നമ്മുടെ പള്ളിയിൽ വന്ന എല്ലാ ദിവസവും മുസ്ലിയാരെയും തന്നെ കഴിച്ചോട്ടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാക്കിയിട്ട് പോവാതെ പലപ്പോഴും നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചോണ്ട് പോവാം. പണ്ട് രസകരമായ ഒരു സംഭവമുണ്ട്. കുഞ്ഞാലി മുസ്ലിയാരി ഇതുപോലെ ഒരു പള്ളിക്കകത്ത് പെട്ടുപോയ കഥ. അപ്പൊ എല്ലാവരും നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് പോവാ, ഫക്കീർ ഉള്ളതുകൊണ്ട്. ഞാൻ മുസ്ലിയാരിക്ക് നാട്ടുകാരുടെ ഗുണം മൊത്തം മനസ്സിലായി. നേരെ ഉസ്താദിന്റെ അടുത്ത് വന്നു, ഉസ്താദേ
ഇങ്ങനെ നമ്മളെ കാര്യം വല്ലതും ഉണ്ടോ? ഭക്ഷണം കഴിക്കുക യാത്ര ചെയ്ത് വന്നതാ. അത് പറഞ്ഞു ഇന്നിപ്പോ ഇവിടെ അടുത്തൊരു കടയിൽ നിന്നാണ് ഭക്ഷണം. ഇപ്പൊ എല്ലാ ഉസ്താദന്മാർക്കും കടയിൽ നിന്നാണ് ഭക്ഷണം. ഇന്നിവിടെ ഉസ്താദ് ഭക്ഷണം, ഇന്ന് സംസം ഹോട്ടലിൽ, നാളെ മുബാറക് ഹോട്ടലിൽ. ഓക്കെ. പണ്ടങ്ങനെയല്ല, ഇബ്രാഹിം ഹാജിയുടെ വീട്ടിൽ നിന്നും മമ്മക്കണ്ണ ഹാജിയുടെ വീട്ടിൽ നിന്നൊക്കെ ആയിരുന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇന്നിപ്പോ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം. അപ്പോ ഇന്ന് ആകെ ഒരു 30 രൂപ ഉള്ളൂ. അതിന് ഞാനും വലിയ സായും നമ്മൾ 2-3 പേരുണ്ട് ഭക്ഷണം കഴിക്കാൻ. ഇവിടെ വീട്ടിൽ നിന്നാണ് ക്യാൻറ്റീനുണ്ടോ? വീട്ടിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ്. വീടുകളിൽ നിന്ന് ഭക്ഷണമുള്ള പള്ളികളൊന്നും കുറവാണ്. എല്ലാ സ്ഥലത്തും ക്യാൻറ്റീനും 2 മുരിങ്ങയ്ക്ക തോരനും 1 മരിച്ചീനി വെച്ചുള്ള കപ്പ അല്ലേ? കപ്പ തന്നെ പറയാം പറഞ്ഞു തന്നെ പടച്ചു. അവസാനം ഞാൻ പെട്ടുപോകും. കാസർഗോഡ് ജില്ലയിൽ പ്രത്യേകിച്ച് ചേർക്കള അബ്ദുള്ളാർ നടന്ന പ്രസംഗത്തിന് പോയപ്പോ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയപ്പോൾ അവർ പറഞ്ഞതാ, എന്തൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കൊഴുവുണ്ടെന്ന്. ഞാൻ പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു പേരാ. അപ്പോൾ അങ്ങനെയാണ് ഈ കൊഴുവ ഫ്രൈവറ്റ് കൊണ്ടുവച്ച് എന്താണെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ടില്ലാത്തൊരു മീനാണ്. നെത്തോലി എവിടെ നാട്ടില് ഞാനിതൊന്ന് എന്റെ ബിരിയാണി ആടുകൂലിയാണ് സംഭവം. പ്രശ്നമാണ്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പണി വേണം, ആൾക്കാർക്ക് പണി കൊടുക്കണം, നിങ്ങൾക്ക് അല്ലാഹു ഇങ്ങനെ പണിയുന്നുണ്ട്. ഭാര്യയ്ക്കും ഇങ്ങനെ ദേഷ്യമായി. എവിടെയെങ്കിലും പ്രസംഗത്തിന് പോയി അവിടെ കഴിച്ച ഭക്ഷണത്തെ കുറിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞ ഭയങ്കര ദേഷ്യമാണ്. കാരണം നമ്മളുണ്ടാക്കണേ. അതുകൊണ്ട് നമ്മള് ചില ഭർത്താക്കന്മാരുണ്ട്, ഹോട്ടലിൽ പോയി വിശാലമായി ഭക്ഷണം കഴിച്ച് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കും, ഇക്ക വന്നിട്ട് കഴിക്കാൻ. ഉടനെ ഇക്ക ഇങ്ങനെ കയറി വരും, പലതും ഭക്ഷണം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഭാര്യ എല്ലാം എടുത്ത് ഫ്രിഡ്ജിനകത്ത്, ഫ്രിഡ്ജ് ഉണ്ടല്ലോ, എത്ര ദിവസമാണ് ഒന്നിനും ചൂടാക്കാൻ കഴിക്കുക. അങ്ങനെ അവിടെ ഇപ്പാപ്പാല വരെ ഫ്രിഡ്ജിനകത്ത് വെച്ച് കല്യാണത്തിന് മക്കളുണ്ട്. തിരിച്ചു വരുമ്പോൾ ഇതിന്റെ അറസിന് കണ്ടുകൊണ്ടിട്ടിരുന്ന റെഡിയാവും. ആ രീതിയിലൊക്കെ ഇപ്പൊ നമ്മളെന്താ കണ്ടത്? സുബ്ഹാനല്ലാഹ്, വരാൻ പോണല്ലേ ഉള്ളൂ. വരുന്ന ദിവസങ്ങൾ അതൊക്കെ കാണാം. അള്ളാഹു കാക്കട്ടെ നമ്മുടെ നാടിനൊക്കെ. അപ്പൊ ഇതുപോലെ എല്ലാം എടുത്ത് ഇങ്ങനെ അകത്ത് വെച്ചിട്ട് അപ്പൊ ഭാര്യ പറയും കഴിക്കില്ല. ഭർത്താവ് ഇന്ന് കഴിച്ചു പോയ ഷവർമ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അവരെ റളിയല്ലാഹു അൻഹു പറയും, സഹാബത്തിന്റെ പേരൊന്നുമില്ല, ഭക്ഷണത്തിന്റെ പേരാ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് വല്ലതും കുത്തി ഇങ്ങനെ കിടക്കുമ്പോ ഭാര്യ വിശന്ന വയറുപാട്ട് ഇങ്ങനെ അടുത്ത് കിടക്കാം. എന്തൊരു കുടുംബജീവിതത്തിന്റെ സ്നേഹവും ആലോചിച്ച് നോക്കിയത്. ഇത്രയേ ഉള്ളൂ. ഭർത്താക്കന്മാരെ കഴിക്കുമ്പോഴേ ജസ്റ്റ് ഒന്ന് വിളിക്കുന്നു വെച്ചാലോ, ഞാനിവിടെ ചായ കുടിച്ചോണ്ടിരിക്കാം, നീ ചായ കുടിച്ചായിരുന്നു? ഭാര്യ എന്ത് പറ്റി ഇങ്ങനെ വിളിയല്ലോ. ഇന്ന് നിങ്ങൾ രാത്രി അങ്ങോട്ട് പ്രസവം കഴിഞ്ഞ് പോകുമ്പോൾ തക്കയുടെ കയറി 2 ദോശ ഓംപ്ലേറ്റ് കഴിച്ചിട്ട് പോയി വിശക്കല്ല. അയാൾ വയറൊക്കെ നിന്നിട്ടാ വിളിച്ചു പറഞ്ഞു, നമ്മൾ ഉറങ്ങി അതുകൊണ്ട് അതുകൊണ്ട് കയറി ഓംപ്ലേറ്റ് വെച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞ കാര്യം ഓർമ്മ. മൊബൈൽ എടുത്തിട്ട് 1 മണിയായി. ഹലോ ഹലോ, എന്തോ പറ്റി വെച്ചാ വണ്ടി എങ്ങനെ പറഞ്ഞ? ഇല്ല, നീ ഓംപ്ലേറ്റ് കഴിച്ചിട്ടുണ്ടോ? എന്റെ മറ്റാക്ക് വാദ കൂടിയേ. അപ്പോഴേ മൊയിലാരവിടെ ഇഫായിമാരെ പോന്നിന്ന് വെച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അത് സമയവും കാലവും നോക്കിയിട്ട് വേണം ഇതുപോലെയൊക്കെ വിളിച്ച് പറയാൻ. ഇല്ലെങ്കിൽ എപ്പം ബോധനിപ്പോ വീട്ടിൽ കിടക്കും, നിങ്ങൾ ചെല്ലുമ്പോൾ അവിടെ എല്ലാം റെഡിയായി സന്തോഷം പോലെ കൊണ്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് രാത്രി 1 മണിക്ക് അവളെന്റെ കാര്യം വിളിച്ച് ചോദിക്കുക, എന്നിട്ട് പോയിട്ട് തീരുമാനമായിട്ട് പിന്നെ പതുക്കെ പറഞ്ഞാൽ മതി. ശീലമാകുമ്പോ ഭാര്യയ്ക്കറിയാം, അതിനാ വിളിച്ചിനെ കഴിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പാവം നല്ല വശം. അപ്പോ കുഞ്ഞായ മുസ്ലിയാരെ കൊണ്ടുപോകാൻ ആളില്ല. മൊയിലാര് പറഞ്ഞ രക്ഷയില്ല, ഇവിടെ നടക്കൂല. അപ്പൊ മൊയിലാർ പറഞ്ഞു, ഒരാളോട് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്, അയാൾ വലിയ മഹാനാണ്, അദ്ദേഹം എന്നും ലാസ്റ്റ് ഓടും, ആര് കൂടെ ഉണ്ടെങ്കിലും അയാൾ വീട്ടിലേക്ക് കൊണ്ടുപോയ സുഭിക്ഷമാണ്, ഒരു പരാതി ഇന്നവരോട് വന്നിട്ടില്ല. ഉടനെ സമ്മതിച്ചു. അപ്പൊ സാധാരണ ഇയാൾ ഉസ്താദിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം, അങ്ങനെ ആരെയും കൊണ്ട് അങ്ങനെ ആത്മാർത്ഥം എന്നുള്ളതല്ല. ഉസ്താദ് ഇങ്ങനെ ഇയാളെ പേരിൽ ഇങ്ങനെ നല്ല റാഹത്താക്കാൻ വേണ്ടി മാത്രം പ്രസംഗിക്കുമ്പോൾ ഉസ്താദ് ഒരു 10 പ്രാവശ്യം ഇയാളെ പേരൊക്കെ പറഞ്ഞു, വലിയ മഹാനോട് കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്നയാളാന്നൊക്കെ അറിയുന്നു. പക്ഷെ സംഭവം ഇയാൾ ചെയ്തു വെച്ചിരുന്ന പരിപാടി എന്താണെന്നറിയോ? വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ നിന്ന് ആരെങ്കിലും എന്റെ കൂടെ വരുന്നത് നീ ജനലിലൂടെ കണ്ട, വീടെത്തുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ ചുമയ്ക്കും, അപ്പൊ നോക്കിക്കോളൂ. ആളുണ്ടെങ്കിൽ അപ്പോഴേ അരി എടുത്ത് മുറത്തിലിട്ട് ഇങ്ങനെ പാറ്റം. അപ്പൊ അരി അടുപ്പത്തിടാൻ പോകണേ ഉള്ളൂ, അരി കഴുകി ഇടാൻ പോകണേ ഉള്ളൂ. അതുകൊണ്ട് നീ ഇപ്പൊ ഇരുന്ന ഒരുപാട് സമയം തുടങ്ങി. ഇവിടെ അല്ലെങ്കിലും അങ്ങനെ, അതുകൊണ്ട് നിങ്ങൾ വയ്ക്കുമെന്ന് പറഞ്ഞ് ഈ അതിഥിയെ തിരിച്ചു വിടലാണ് പതിവ്. അങ്ങനെ കുഞ്ഞായ മുസ്ലിയാരെ കൊണ്ട് ഇയാളെങ്ങനെ വന്നു. വീടെത്താറാണ്. അപ്പൊ ഭാര്യ മനസ്സിലായി, ഓ ഇന്ന് ഏതാ പഹനെ വിളിച്ചെടുത്തോണ്ട് വരാം, ജോലി
നോക്കുമ്പോൾ ഒരാൾ വരിക, ഉടനെ അരിയെടുത്തിന് മുറത്തിലിട്ട് മൊറോക്കും ഉണ്ടോ, കടിക്കുണ്ടോക്കളെ മുറം അറിയോ? പട്ടി ഒന്നൊന്നുമില്ല, മുറം നോക്കാം എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഒരു സാധനം ഉണ്ട്, പണ്ട് അരിയൊക്കെ പാറ്റുന്നു കേട്ടോ. അങ്ങനെ ആ മുറത്തിൽ അരിയിട്ട് ഇങ്ങനെ പാറ്റാണ്. അപ്പോ ഇയാള് പറയാൻ, അല്ലെങ്കിലും ഈ എണ്ണം കെട്ടോളൂ, മുതയെ പിടിച്ചോളൂ, പാതിരാത്രിയാണോ ചോറൊപ്പം നമ്മളോട് വേറെ കൂടി ചൂടായപ്പോ നിങ്ങൾ എനിക്ക് വേണ്ടി അടികൊണ്ടു എന്ന് പറഞ്ഞ് സാധാരണ എല്ലാവരും പോകല. നിങ്ങൾ എനിക്ക് വേണ്ടി അടികൊണ്ടില്ല, സമാധാനമായി പതുക്കെ ചോറ് വെച്ചാൽ മതി, ഞാൻ ഇവിടെ എന്തെങ്കിലും പുസ്തകം വായിച്ചു ഒരുമിച്ച് കഴിച്ച് റാഹത്തായി നമുക്കൊന്ന് പോകാം. മറ്റേ വെളിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ അടവുണ്ട്, പോയില്ലെങ്കിൽ അടുത്ത അടവുണ്ട്. എന്താണെന്നറിയോ? ഈ അരി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഭാര്യയുടെ കർണക്കുറ്റിക്ക് ഭർത്താവ് ഒരൊറ്റ അടിയും കൊണ്ട് ഇവിടെ അരിയും മുറവും എല്ലാം അവിടെ തറക്കും. രണ്ടുപേരുടെ അടി കൂടുമ്പോൾ കുറച്ച് കുട്ടി ഇയാൾ പോകും. അതാണ് രണ്ടാമത്തെ അടവ്. അങ്ങനെ അടി തുടങ്ങി. ഭാര്യ ഭർത്താവ് അടിച്ചു, അരിയും മുറവും തറ വീണു. കുറഞ്ഞ കുഞ്ഞായ നിങ്ങൾ ഇത്രയും കാലം നല്ലത് ജീവിച്ച് എനിക്ക് വേണ്ടി അടി കൊണ്ട് ഞാൻ നിങ്ങൾ പോയേക്കാം. ഇയാളങ്ങ് പോയപ്പോ ഭർത്താവ് ഭാര്യയോട് രണ്ടുപേരും കാര്യം പറഞ്ഞു. ഉടനെ ഭർത്താവ് പറഞ്ഞു, നോവാതെ അടിച്ചത് നീ എറിഞ്ഞോ? ഉടനെ ഭാര്യ പറഞ്ഞു, അരി വീഴാതെ പീഡിച്ചത് നിങ്ങൾ കണ്ടോ? ഉടനെ കുഞ്ഞായ മുസ്ലിയാർ അപ്പുറത്തുനിന്ന് പാടി, പോകാതെ നിന്നത് നിങ്ങൾ കണ്ടോ? കുഞ്ഞായ മുസ്ലിയാട്ടം കളി കണ്ട പോവില്ല. അപ്പുറത്ത് മാറി മൂത്രം വെച്ചിട്ട് കറങ്ങി ഒന്ന് വേവിക്കാൻ പറഞ്ഞു. അപ്പൊ ഇതുപോലെ പണി ചിലപ്പോ വീണതാ. നമ്മൾ ഇച്ചിരി മനസ്സ് കാണിക്കണം. നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള പാവപ്പെട്ടവരവിടെ ഒന്ന് വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണം കൊടുക്കാൻ എന്തെങ്കിലും സഹായം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഒരു അഖബ എന്ന് പറയുന്ന ഒരു സംഭവം മുഫസ്സിരീങ്ങൾ പറയുന്നു, അതൊരു വല്ലാത്ത കടമ്പയാണ്. അതങ്ങ് കഴിഞ്ഞു പോയാൽ അവർക്ക് കിട്ടുന്നത് വളരെ പരിശുദ്ധമായ പുണ്യങ്ങളാണ്. അതെന്തെന്ന് നിങ്ങൾക്കറിയോ? അത് സാധാരണ എല്ലാവർക്കും ചെയ്യാൻ കഴിയുന്നതല്ല. അടിമകളെ മോചിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, പട്ടിണി കിടക്കുന്ന പാവങ്ങള്, കണ്ണീരെടുക്കുന്ന അനാഥ മക്കളെ സഹായിക്കലാണ്. അടിമകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലാണ്. ആ പ്രത്യേകമായ അഖബ എന്ന് പറയുന്ന കാര്യമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പടച്ചവർക്ക് പരിചയപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മനോഹരമായ കടമ്പ കടക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ ദീനിനെ കരിവാരി തേച്ചവരാരാന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? പടച്ചവട്ടിന്റെ ദീനിനെ വ്യാജമാക്കിയവരാരാന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, നബിയേ അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കിയവരാരാന്ന് നബിയേ നിങ്ങൾക്കറിയോ? നിങ്ങൾ വിചാരിക്കും എന്റെ പ്രിയപ്പെട്ടവര്, പരിശുദ്ധ ദീനിനെ കളവാക്കിയവരാരാന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ലോകത്തിന്റെ നാനാഭാഗത്ത് ക്രൂരമായ ക്രൂരതകൾ അഴിച്ചുവിട്ടുകൊണ്ടോ ഇസ്ലാമിനെ വേരോടുകൂടി പിഴുതെറിയാൻ ശ്രമം നടത്തുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ലോകത്ത് ഇസ്ലാമിന്റെ വദ്ധവേദികളായി ചമഞ്ഞുകൊണ്ട് നടക്കുന്നവരാണ്. ഇസ്ലാമിനെ കളവാക്കിയവരെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അല്ല. അമാവി ദ്വീപിലെ പേൾ ഹാർബർ ആക്രമിച്ചോ എന്ന പേര് പറഞ്ഞുകൊണ്ട് ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ബോംബ് വർഷിപ്പിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ലക്ഷക്കണക്കാരെ തൊട്ടിയിട്ട നാടിയിട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബോംബിട്ടുകൊണ്ട് നശിപ്പിച്ചുകൂടാ. അമേരിക്കയുടെ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹാരി ശ്രീവ ഇസ്ലാമിന്റെ കരിവാരിത്തേച്ചവരാണെന്ന് കരുതുന്നവരെ, എല്ലാവരെന്ന് പറയുന്ന മനുഷ്യർ അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ ഒളിച്ചിരിക്കുന്നു എന്ന് പേര് പറഞ്ഞുകൊണ്ട് താലിബാൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തെ തച്ചതകർത്ത് ധനിപ്പണമാക്കുന്നതിന് വേണ്ടിയിട്ട് സമുദായത്തിന്റെ നിസ്കാരപ്പുറമുള്ള ആയിരക്കണക്കാണ്, 10,000
2003 മുതൽ 2006 വരെ ഇറാഖ് എന്ന രാജ്യത്ത് മാത്രം ഈ സമുദായത്തിന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടന്മാർ കൊന്നൊടുക്കിയത് എത്രയെന്നറിയോ? 6,55,000 മുസ്ലിങ്ങളെ. പൊറുക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ? നമ്മൾ അറിയുന്നുണ്ടോ? ഒരു മാഷപ്പടുത്ത് വായിച്ചിട്ട് നിർവൃതി അടയുന്നോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ലോക വിവരം വേണം മോളെ. എത്ര സമാധാനത്തോടെയാണ് കേരളത്തിന്റെ പരിശുദ്ധമണ്ണിൽ ഈ മുസ്ലിം സഹോദരിമാര് ജീവിക്കുന്നത് എന്ന ബോധം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണം. 1947 കാലഘട്ടത്തിൽ നടന്ന അമേരിക്കക്ക് ഏറ്റവും വലിയ തിരിച്ചറിവേറ്റ് പോരാ. വിയറ്റ്നാം യുദ്ധത്തിൽ 23 ലക്ഷത്തോളം മനുഷ്യമക്കളെ ചുട്ടുകരിച്ചത്. 1950 നടന്ന ഹംഗറി യുദ്ധത്തിൽ 50,000 പേരെ വലിയ പടുകൂട്ടം കുടിയെടുത്തിട്ട് ആ കുഴിക്കകത്തിറക്കിയിട്ടിട്ട് പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോ എന്ന തൗഹീദിന്റെ മന്ത്രമാ കുഴിക്കകത്ത് നിന്ന് റൂഹ് വിരിയുമ്പോ ആയിപ്പടരുന്ന തീക്കൊണ്ടാരത്തിനകത്ത് കിടന്ന് പൊട്ടിക്കിടന്നുകൊണ്ട് പറഞ്ഞു പോയെങ്കില് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ വ്യാജമാക്കിയവരാരാണെന്ന് അള്ളാഹു പറയുമ്പോ അവരാരെയും അള്ളാഹു പറയുന്നില്ല, അവരാരെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നില്ല. സിന്ധു നദീതട സംസ്കാരത്തിന്റെ രാജ്യമായിരുന്ന അഫ്ഗാനിസ്ഥാനിൽ ചോരപ്പുരഴിക്കവരെ കുറിച്ച് പറയുന്നില്ല. 2.5 പതിറ്റാണ്ടുകാലം ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്ന സദ്ദാം ഹുസൈൻ ഇന്ത്യനും നീശനുമായ നിലയിൽ മൃഗത്തിന്റെ കഴുത്തിന് കടാറ വെക്കുന്ന പോലെ മുസ്ലിങ്ങൾ ഏറ്റവും അധികം ആദരിക്കുന്ന ബലിപെരുന്നാളിന്റെ പ്രഭാതത്തിന് കഴുത്തേക്ക് തൂക്കെടുത്തുകൊണ്ട് കൊലപ്പെടുത്തിയവരാണ് ഇസ്ലാമിന്റെ ഭദ്രതകളെന്ന് ഖുർആൻ പറയുന്നില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ദീനിനെ വ്യാജമാക്കിയവരാരാ? 92 ഡിസംബറിൽ പാവപ്പെട്ട ബാബരി മസ്ജിദിന്റെ താഴികക്കുടങ്ങൾ നിലത്തേക്ക് വലിച്ചെറിയുമ്പോ ആ താഴികക്കുടത്തിന്റെ മണ്ണുവാറ് നെഞ്ചിൽ വെച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞോടെ ശ്രീഭാഷയിട്ട് പോലും വിചാരിച്ചത് ഇവരൊക്കെ ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നാണ്. അല്ല അല്ല, ആരാണ് ഇസ്ലാമിനെ വ്യാജമാക്കിയവരെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവരനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരോ, അവരെ യതീമിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാത്തവരോ, അവരനാഥ മക്കളുടെ കാര്യങ്ങളിൽ ഇടപെടാത്തവരോ, അവരനാഥ മക്കളെ സഹായിക്കാത്തവരോ, അവരാണ് ദീനിനെ വ്യാജമാക്കിയവരെന്ന് സൂറത്തുൽ മാഊൻ. അനാഥ മക്കളെ ആട്ടിയോടിക്കുന്നവരാണ്. നവംബർ ഡിസംബർ മാസമാകുമ്പോ കലണ്ടറുമായിട്ട് എത്തിങ്ങാനുള്ള മക്കളും നമ്മൾ വലിയ ഹോജയായിട്ട് വാരക്കത്തടവിൽ കസേരയിരുന്നു. എവിടുന്നോ പറഞ്ഞേ, ഏത് കോളേജിന്നോ, എത്ര രൂപയാണ് 100 കലണ്ടർ വിട്ടാ കമ്മീഷൻ? എത്തിയും കുഞ്ഞാണ് വന്ന് നിൽക്കുന്നതെങ്കിൽ അള്ളാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ ചോദിക്കുക. നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ മോനെ ഇഷ്ടംപോലെ കലണ്ടർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇത് തൽക്കാലം വേണ്ട, സന്തോഷമായിട്ട് അടുത്ത വീട്ടിൽ വെക്കൂ എന്ന് പറഞ്ഞങ്ങോട്ട് പറഞ്ഞു വിടണം. അല്ലാതെ നമ്മളിങ്ങനെ കയറി നിന്ന് ന്യായം ചോദിക്കും. അടുത്ത ഉസ്താദ് ആരാ, പ്രിൻസിപ്പാൾ ആരാ, എത്ര രൂപ മുക്കി, ഞാൻ കുറെ വിവരങ്ങളൊക്കെ അറിഞ്ഞല്ലോ എന്നൊക്കെ ചോദിച്ച് ആട്ടി ഓടിച്ച് കളിയാക്കി പരിഹരിച്ച് പറഞ്ഞു വിട്ടാൽ അവര് മനസ്സ് നൊന്തിട്ട് പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ലാഹുവിന്റെ റസൂൽ പെരുന്നാൾ സുദിനത്തിൽ പള്ളിയിലേക്ക് പോയപ്പോൾ വഴിയിൽ കണ്ട അനാഥ കുഞ്ഞിനെ അകതാരിൽ സ്വപ്നം വിടരും റൗള തന്നീലൂറങ്ങും പ്രവാചകരെ മദീനത്തെ മാടീറാവുകളെ പാറിപ്പറക്കും മീനാറുമീലേ. ഇന്ന് എത്രയോ പേര് മദീനത്ത് പോയി പൊട്ടിക്കരയുന്നുണ്ട്. ആ കണ്ണുനീര് പുഞ്ചിരിയാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ വിചാരിക്കുമ്പോ നടക്കുന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിനെ തോളത്തേക്ക് കൈയിട്ടുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ഇത് നമ്മുടെ മോനാ എന്ന് പറഞ്ഞുകൊണ്ട് കുളിപ്പിക്കാനും ഒരുക്കാനും പള്ളിയിലേക്ക് കൊണ്ടുപോകാനും
കാര്യം പറഞ്ഞു പോയെങ്കിൽ നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലുമുള്ള അനാഥ മക്കളെ നമ്മൾ കളിയാക്കല്ലേ, നമ്മൾ കുറ്റപ്പെടുത്തല്ലേ, നമ്മൾ പരിഹസിക്കല്ലേ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾ അനാഥരാകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വൈകുന്നേരം പ്രവാസനത്തിന് വേണ്ടി വരുമ്പോ എന്റെ കൂട്ടുകാരന് പഴയകാലത്തിന്റെ വാഹനം ഓടിച്ചു കൊണ്ടിരുന്ന അനസ് എന്ന് പറയുന്ന സഹോദരനും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും എന്റെ ഒരു വാഹനത്തിൽ വന്ന് വീട്ടിലേക്ക് വന്നു. അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോവാൻ ദുആ ചെയ്യണമെന്ന് പറയാൻ വേണ്ടി വന്നപ്പോ കൂടെ ഒരു പൊന്നുമോനും കൂടി വന്നു. അതാരാ എന്റെ പ്രിയപ്പെട്ടവര്? ഒരു മാസത്തിന് മുമ്പ് മിണ്ടാപ്രാണിയായ ആടിന് വേണ്ടി ഇലയെടുക്കാൻ പോയ പ്രിയപ്പെട്ട സഹോദരന്റെ മണ്ടയിലേക്ക് ശരീരത്തിലേക്ക് ജെസിബി പുഴുതിട്ട് പോയ വലിയ ഒരു തെങ്ങ് വന്നടിച്ചപ്പോ മരണപ്പെട്ടു പോയ ആ അനസ് എന്ന് പറയുന്ന കൂട്ടുകാരന്റെ ഇക്കാല മകനാ കൂടെ വന്നത്. സുബ്ഹാനല്ലാഹ്, ചക്കപ്പഴം പോലെ മനോഹരമായിരിക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോന്റെ മുഖം കണ്ടപ്പോ വല്ലാതെ മനസ്സ് നിറഞ്ഞു പിറന്നു വീണ് 2 വർഷം കഴിയുമ്പോൾ തന്നെ യതീമായി പോകുന്നതിന്റെ സങ്കടം എത്ര വലുതാണ്. എല്ലാവരും യതീമെന്ന് നമ്മുടെ മക്കളെ വിളിക്കുന്ന രംഗത്തെ കുറിച്ച് ഈ സദസ്സിൽ വന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെ മക്കളെ യതീമെന്ന് വിളിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? പെരുന്നാളിന് പള്ളി കൊണ്ടുപോകാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് ബിരിയാണി വാങ്ങിത്തരാൻ എന്റെ വാപ്പയില്ലല്ലോ, പെരുന്നാളിന് വിരത്തുണ്ട് പിടിച്ച് നടന്നു പോകാൻ എന്റെ വാപ്പയില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുന്ന നമ്മുടെ വീടിന്റെ മുറ്റത്തിരുന്ന് വാപ്പ വരുന്നുണ്ടോ എന്ന് നോക്കി മരിച്ചുപോലെ വാപ്പാനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കറിയുമ്പോ അനാഥ മക്കളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അല്ലാഹുവിന്റെ റസൂൽ യതീമായി വളർന്നത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഏറ്റവും അധികം എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ സങ്കടങ്ങള് അനാഥ മക്കളെ കുറിച്ച് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് എന്താ പറഞ്ഞത്? അനവക്കാഫിൽ യതീം കറാഫിൽ ജന്നാത്ത്. 2 വിരൽ ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെയാണ് അനാഥ മക്കളെ സഹായിച്ചവരെല്ലാവരും സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളെ സഹായിക്കാൻ മനസ്സുള്ളവരാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മൊബൈലുകളിലും വീടുകളിലുമുള്ള എല്ലാ പ്രഭാഷണത്തിലും പാങ്ങോട് പരതന്നോടുള്ള ശരീരം എന്ന് പറയുന്ന ഗുജറാത്തിന്റെ ടയറുകടത്തിയിട്ട് ചാരമായി പോയ ഒരു പാവപ്പെട്ട യതീം കൊച്ചിനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചല്ലോ. ഇന്നവരുടെ വീട് നിങ്ങൾ കൊണ്ടുപോയി കാരണം എന്റെ പ്രിയപ്പെട്ടവരെ അവസാന വാക്കുകളുടെ പ്രഭാഷണമുണ്ട്. തൊണ്ടയടഞ്ഞു പോകുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന സഹായമാ കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവര് ഇന്ന് ലക്ഷക്കണക്കിന് രൂപ കേരളത്തിന്റെ എത്രയോ പ്രിയപ്പെട്ട കൂലിവേലക്കാരാണ് ചെറുപ്പക്കാർ ആ പ്രിയപ്പെട്ട സഹോദരന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തെന്നറിയോ? നിത്യവൃത്തിക്ക് വകയില്ലാതെ പൊട്ടിക്കറിയുന്ന ഉമ്മയുടെയും മോളെയോ കാറ്റടിച്ചാ പാറിപ്പോകുന്ന ചെറ്റക്കുടിൽ നിന്ന് മാറിയിരിക്കുകയാ, തറസിട്ട വീട് വെച്ചിരിക്കുകയാ, മനോഹരമായ അവസ്ഥ വന്നിരിക്കുകയാ. അതിന്റെ പ്രഭാഷണം കേട്ടിട്ട് എത്രയോ സ്ഥലത്ത് 50,000 1 ലക്ഷം രൂപ വീട് എത്രയോ പാവപ്പെട്ടവർ കൊണ്ടുപോയി കൊടുക്കുന്നറിയോ? അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല മനസ്സുള്ളവരാ, നല്ല മനസ്സുള്ളവരാ. അല്ലാഹു നമ്മുടെ മനസ്സിന് നമ്മൾ കഴിക്കുമ്പോ മറ്റുള്ളവരുടെ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാനുള്ള മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, യതീമിന്റെ നമ്പരം നമ്മൾ മറക്കല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ. ആരാണ് ദീനിനെ രാജമാക്കിയത്? അവരെ അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നത്, അവരെ കളിയാക്കാൻ പാടില്ല. അനാഥ മക്കളുടെ തലയിൽ ഇങ്ങനെ ഒന്ന് തടവിയാൽ ഓരോ രോമവും അനുസരിച്ച് നിനക്ക് നന്മകളെ അല്ലാഹു അധികരിപ്പിക്കും. അതുകൊണ്ടാണ് യതീംഖാനയിലുള്ള എല്ലാ മക്കളെയും ഉസ്താദുമാരും മൊട്ടയടിച്ച് നിർത്തുന്നത്. അങ്ങനെ തടവി പ്രതിഫലം കൊണ്ടുവേണ്ട, അരിയും സാധനങ്ങളൊക്കെ കൊണ്ട് തന്നിട്ട് പ്രതിഫലം കൊണ്ടുപോയാൽ അതുകൊണ്ട് നിർത്തുന്നതല്ല. ഇപ്പോഴ് നമ്മൾ ആലോചിച്ച് നോക്കി, ഞാൻ ഈ അടുത്ത സാധനം ഞാൻ വിയർക്കുന്നത് കൊണ്ട് മുടി ഒരുപാട് വെട്ടിക്കളയുന്ന കൂട്ടത്തിൽ മുടി തീർത്ത് ഞാൻ ഒരു പ്രാവശ്യം ക്ലീൻ ആക്കിക്കൊണ്ട് പ്രസംഗിക്കാൻ വന്നപ്പോൾ ഒരു കൂട്ടുകാരൻ ഉസ്താദെ നമുക്കൊക്കെ വലിയ സങ്കടമുണ്ട് കേട്ടോ, നിങ്ങൾ ഇങ്ങനെ മുടിവിട്ട് ഇത്രയും വേണ്ടായിരുന്നു. ഞാൻ മുടിവിട്ടിനെ കുറിച്ചാണ് പറയാം. മുടി എന്ന് പറയുന്നത് ചെറുപ്പക്കാർക്ക് ഒരു രസമാണ്. അതുകൊണ്ട് തന്നെ ദർസിൽ പഠിക്കുമ്പോൾ ഉസ്താദുമാര് യതീം മക്കളാണെങ്കിലും അല്ലാത്ത മക്കളാണെങ്കിലും മുടി നല്ലതുപോലെ വെട്ടാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ
ഈ കിതാബിനകത്ത് കണ്ണട വെച്ചിട്ട് അതിലൂടെ നോക്കിക്കൊണ്ടിരിക്കും. അത് സ്വഭാവം ഉണ്ടാവും. അതുകൊണ്ടാണ് ഉസ്താദന്മാർ ആ രീതിയിൽ മുടി നല്ലതുപോലെ വെട്ടിയിട്ട് ഇൽമു പഠിക്കാൻ മുത്തഅല്ലിമാകാൻ പറയുന്നത്. അതുകൊണ്ടാണ്. ഇന്ന് പിന്നെ അതൊന്നും നടക്കൂല. ഇന്ന് ദറസിൽ ആ പരിപാടിയൊന്നും നടക്കത്തില്ല. ദറസ് നടത്തുന്നവരോട് ചോദിച്ചാൽ അറിയാം. ചാത്തന്നൂര് ഭാഗത്ത് ഒരു ദറസിലേക്ക് വന്ന പ്രിയപ്പെട്ട കൊച്ച് തന്റെ ഉസ്താദിനോട് നിബന്ധന വെച്ചത് എന്താണെന്നറിയോ? മോൻ പുറത്ത് നിൽക്കാൻ വാപ്പ അകത്ത് പോയിട്ട് മനോരമ ആഴ്ചപ്പതിപ്പ് വായിക്കാനുള്ള സൗകര്യം സജീവ് കൊടുക്കണം. എങ്ങനെ ഇവിടെ നിർത്താൻ പറ്റും? അത് പറഞ്ഞു നമുക്ക് ആലോചിക്കാം. കാരണം എന്താ, കുട്ടികളില്ലെങ്കിൽ കമ്മിറ്റിക്കാരെ അടുത്ത ആഴ്ച പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞിരിക്കാം. മനോരമയോ മംഗളോ വെള്ളിയാഴ്ചത്തോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ കാര്യം നടക്കണ്ടേ? ആ രീതിയിൽ നിയമം വെച്ചുകൊണ്ട് കുട്ടികൾ അറിയിക്കാൻ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നല്ല മുദരിസീങ്ങൾ എടുത്ത് അൽഹംദുലില്ലാ തഖ്വയുള്ള മുത്തഖീങ്ങളായ ഉസ്താദുമാരുണ്ട്. ദറസെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടപ്പാട് നമ്മൾ വിചാരിക്കണവരൊന്നുമില്ല, ഒരുപാട് ത്യാഗം. അപ്പോ അങ്ങനെയുള്ളവരുടെ അടുത്ത് അൽഹംദുലില്ലാ ഇപ്പോഴും 10, 30, 35 നല്ല രസ്യം കുട്ടികൾ മുത്തഅല്ലിമീങ്ങൾ ഇൽമു പഠിക്കുന്ന, ഒരു സലാത്തിൽ നിന്നും ഒരു ദിക്റിൽ നിന്നും ഒരു ദുആ ചെയ്യുന്നു. അങ്ങനെയുള്ള മഹത്തായ മഹാന്മാരായ ഉസ്താദുമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീർഘായുസ്സ് കൊടുക്കട്ടെ. വണ്ടൂര് ഒരു ഉസ്താദ് ഉണ്ടായിരുന്നല്ലോ, കാഴ്ചയില്ല, കട്ടിലിൽ കിടന്നുകൊണ്ട് ദറസെടുക്കും. അൽഹംദുലില്ലാ അല്ലാഹു അങ്ങനെയുള്ളവരുടെ ഗുരുത്വം നമുക്ക് തരട്ടെ. ഇന്നലെ ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഹമ്മദ് കുട്ടി ഉസ്താദ്, അദ്ദേഹമാണ് ഇവരെയൊക്കെ പഠിപ്പിച്ചത്. അദ്ദേഹവും ഇപ്പോഴും നിലവിൽ ദറസെടുക്കുന്നയാളാണ്. നമ്മുടെ ഉസ്താദുമാര് ഇവർക്കൊക്കെ അല്ലാഹു ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ എന്ന് മനസ്സിൽ തട്ടി മനസ്സ് നൊന്ന് ഞാൻ ദുആ ചെയ്യാം. അവരുടെ നഷ്ടം നമുക്കൊരു നഷ്ടമാണ്. അവര് നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയാൽ തീരാ ദുഃഖമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒന്ന്, അനാഥ മക്കളെ ആട്ടി ഓടിക്കുന്നവരാണ്. രണ്ടാമത്തേതോ അവർ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവരാണ്. ഒരിക്കലും സാധിക്കാത്തവർ ഭക്ഷണം കൊടുക്കുന്നവരല്ല. ആ ഒരവസ്ഥ നമുക്ക് വരല്ലേ? അല്ലാഹു പടച്ചതമ്പുരാനെ കാത്തുരക്ഷിക്കട്ടെ. ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന മനോഹരമായ ചരിത്രത്തിലേക്ക് കിടക്കുകയാണ്. സഹാബത്തിൽ ഒരുപാട് അറിവ് അല്ലാഹുവിന്റെ റസൂല് കൊടുത്തെങ്കിലും തീരെ പാവപ്പെട്ടവനായിരുന്നു ആര്? അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു. പണ്ട് തന്നോട് ദീനിൽ കൊണ്ട് നിന്തുള്ളൂരാധീരേ മക്കാമണൽ തട്ടിയിരിക്കൊക്കെ ഞെട്ടിച്ച അക്കാരങ്ങൾ ഹൈദർ ശൂരേ വിണ്ടുശേത് എന്നുള്ള കലിമത്ത് കൊണ്ടു നടന്നവരും മാറിയത്ത് മണ്ടന്മാരായുള്ളോരവീതം കൂട്ടത്ത് കണ്ട പൊലിപിയോടെ തവരും വേസനീത്ത് മങ്ങാത്തോരി മാൻപൂമാനേര് ദിനിൽ മായാത്തോരു ബഹുമാനേര് നിത്ത് തരികിടജത്തരികിടജത്തിവിടം തത്തകുതത്തകതകുടത്തകതരികുടതികുടം അക്കവനെ ദിക്കിതിരം ദുഃഖമിരും നീക്കിടൻ പെരിയോരേ. മദീനയുടെ മണവാളം പറഞ്ഞില്ലേ, അല മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ. ഞാൻ അറിവിന്റെ പട്ടണമാണെങ്കിൽ എന്റെ അലിയുണ്ടല്ലോ. അറിവാകുന്ന പട്ടണത്തിലേക്ക് കടന്നു വരാനുള്ള കവാടമാണ് എന്ന് ലോകത്തെ പഠിപ്പിച്ച നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറയുമ്പോൾ അലി റളിയല്ലാഹു അൻഹു തീരെ പാവപ്പെട്ടവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ധാരാളം അല്ലാഹു പണം കൊടുത്ത വ്യക്തിയായിരുന്നു. ധാരാളം സമ്പത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്വതക്ക ചെയ്തു. ഇന്ന് പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് നാളെ കൂടിയേ നമുക്ക് വാഴുള്ളൂ. അതിൽ വലിയ നിരാശ നമുക്ക്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ പ്രസംഗിച്ചില്ല എങ്കിലും ഈ പള്ളിക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായിച്ചവർക്ക് ദുആ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഒരുപാട് പേരുണ്ട്. പിന്നെ അതിൽ പ്രധാനപ്പെട്ട കുറെ ആൾക്കാർ ധാരാളം കാശ് കൊടുത്തവരുണ്ട്. ഉമ്മാക്ക് വേണ്ടി, വാപ്പാക്ക് വേണ്ടി, രോഗം മാറാൻ വേണ്ടി, ഹജ്ജിന് പോകാൻ വേണ്ടി, കച്ചവടത്തിന്റെ വടക്കത്തിന് വേണ്ടി. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇന്നലെ മഴത്തുള്ളികൾ ദുആഇന്റെ ഇജാബത്തായി ഈ പരിശുദ്ധമായ മജ്‌ലിസിലേക്ക് പെയ്തിറങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി ദുആ ഞാൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് ഉസ്താദേ ഇന്ന് നിങ്ങൾ ദുആ ചെയ്യണം. സഹായിക്കുന്നവരെ, സഹായിച്ചവരെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റില്ല. എന്നോട് ഉസ്താദ് പറഞ്ഞത്, ഇവിടെ ഒരുപാട് വലിയ പിരിവൊന്നും ഉസ്താദേ നിങ്ങൾ നടത്തണ്ട. പരിശുദ്ധ റമദാനിന് മുമ്പ് ഈ നാടിന്റെ പരിസരത്ത് എല്ലാ അനാശാസ്യങ്ങളും
അനാവശ്യങ്ങളും ഒഴിവാകണം. നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെല്ലാം അള്ളാഹുവിന്റെ പള്ളിയിൽ അരക്കിട്ടൊട്ടിച്ച പോലെ ഇരിക്കണം. നാളെ എന്തെങ്കിലും ഞാൻ ചോദിച്ചു പൈസ വിരിക്കണോ, വന്നിരിക്കുന്നവരോട് ചോദിച്ചാൽ വല്ല 1000, 2000, 5000 ഒക്കെ വാങ്ങിത്തരണോ? സാറ് നാളെ എന്തെങ്കിലും ഒരു ഓഫർ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് പറ്റുന്നത് ഈ സാധു സംരക്ഷണ സമിതി മുന്നോട്ട് വെക്കുന്ന പാവപ്പെട്ടവരെ കെട്ടിക്കാൻ, രോഗികളെ സഹായിക്കാൻ നിങ്ങൾ നിയ്യത്ത് ചെയ്ത് കൊണ്ടുപോകാൻ. നാളെ 1000, 2000 ഇല്ലെങ്കിൽ ഇൻഷാല്ലാഹ് ഇവിടുത്തെ സംഘാടകരുടെ ആരെങ്കിലും നമ്പർ വാങ്ങിച്ചിട്ട് അതിലേക്ക് ഒരു 5000 10,000 കൊടുക്കാമെന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടി ചെയ്താൽ മതി. അതിപ്പോ നാളെ തന്നെ ചെയ്യാനുള്ളതല്ല. അത് പറഞ്ഞാൽ വരും വർഷത്തിൽ നിങ്ങളുടെ സമ്പത്തിന്റെ ബറക്കത്ത് അത് എപ്പോഴെങ്കിലും ഇൻഷാല്ലാഹ് നിങ്ങൾ ചെയ്തു കൊടുത്താൽ മതി. അല്ലാതെ ഇവിടെ വേറെ അനുകൂലമുള്ള ഒരു പരിപാടിയില്ല. അത് മാത്രം നടക്കുന്നു. സെക്രട്ടറി പോലും ഇവിടെ കയറി നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടതാ. ഇന്ന് ഭക്ഷണം കഴിച്ച് ഇങ്ങോട്ട് നടന്നു വരും. ഇന്നലെ 1.5 മണിക്കൂർ പ്രസംഗിച്ചതേ ഉള്ളൂ. അത് നമുക്ക് വലിയ നഷ്ടമാണ്. ഉദ്ഘാടനവും സ്വാഗതക്കായി ഒരുപാട് സമയം നഷ്ടപ്പെട്ടു പോയത് കൊണ്ട് അടുത്ത 2 ദിവസം ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ട് നേരത്തെ വരും എന്ന് അദ്ദേഹം ആമുഖമായി നിങ്ങളോട് പറയുന്നത് ഞാൻ കേട്ടതാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏറ്റവും നല്ല സമ്പത്ത് അല്ലാഹു കൊടുത്തത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഒരു പരിപാടി ചെയ്യും. എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെയും സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. അള്ളാഹു റസൂലിനെയും സഹാബത്തിനെയും വീട്ടിൽ വിളിച്ചിട്ട് ഭക്ഷണം കൊടുക്കും. ഒരു ദിവസം വീട്ടിൽ വിളിച്ചു. പൊന്നാര നബി തങ്ങൾ വരികയാണ്. കൂടെയാരുണ്ട്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വിളിച്ച സഹാബത്തൊക്കെയുമുണ്ട്. അവരുടെ കൂടെ അലി റളിയല്ലാഹു അൻഹുവും വരുന്നുണ്ട്. എല്ലാവരും വന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ അകത്ത് വന്നിരിക്കുകയാണ്. സുഭിക്ഷമായ ഭക്ഷണം അവരുടെ മുമ്പിൽ അങ്ങനെ നിരത്തി വെക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബികളെ ബിസ്മില്ല പറഞ്ഞു ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ദുആ ചെയ്യട്ടെ എന്റെ ഉസ്മാന് വേണ്ടി. ഇത്രയും സഹാബികൾക്കും എനിക്കും അവിടെ ഭക്ഷണം ഒരുക്കിയ ഉസ്മാന് ഞങ്ങൾ എവിടെ നിന്നാണോ നടന്നു വന്നത് അവിടെ നിന്ന് ഇവിടെ വരെയുള്ള കാറിന്റെ ചുവടിന്റെ എണ്ണമനുസരിച്ച് അല്ലാഹു സ്വർഗത്തിൽ പദവി എത്തിക്കൊടുക്കട്ടെ. എല്ലാവരും ആമീൻ എന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ടാ ആമീൻ പറഞ്ഞത്. ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോ എല്ലാവരും സുവിശമായി ഭക്ഷണം ഇങ്ങനെ കഴിക്കുമ്പോ അലി റളിയല്ലാഹു തആല മാത്രം 2 പിടി ഭക്ഷണം വാരി വായിലേക്ക് വെച്ചിട്ട് പിന്നെ കഴിക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് അനുമതി ചോദിച്ചിട്ട്, നബിയേ എന്നെ ഒന്ന് വീട്ടിലേക്ക് വിടണമെന്ന് പറയുകയാണ്. വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിൽ മുഴുവനും റസൂലുള്ളാഹിയുടെ മരുമകനായ അലി റളിയല്ലാഹു അൻഹു കരച്ചിലോട് കരച്ചിൽ തന്നെ. വീട്ടിൽ വന്നു കയറുമ്പോ അവിടെ ഇരിക്കുന്നതാരാ? അവിടെ ഇരിക്കുന്നതാരാ? ലോകത്തല്ലാഹു പടച്ച ഏറ്റവും വലിയ രാജാത്തിയായ രാജകുമാരിയായ സ്വർഗീയ കഥാപാത്രമായ ഫാത്തിമത്തുൽ സുഹ്റ റളിയല്ലാഹു അൻഹാ. അടിയാറ് ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യമേ, ഒരുപാട് സഹാബത്ത് കൊതിച്ചിട്ട് കിട്ടാത്ത കനിയെ അലി റളിയല്ലാഹു അൻഹു വീട്ടിൽ വരുമ്പോ പുഞ്ചിരി തൂവിയിട്ട് വാതിൽ അങ്ങനെ നിൽക്കുകയാണ്. എന്ത് രസമായിരിക്കും ആ കാഴ്ചയെന്ന് നിങ്ങൾ ചിന്തിച്ചേ. എന്റെയും നിങ്ങളെയും ഭാര്യമാര് നിൽക്കുന്ന പോലെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, എന്റെ ഫാത്തിമയുടെ പുഞ്ചിരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഫാത്തിമയുടെ ശബ്ദമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഫാത്തിമയുടെ മുഖമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഫാത്തിമാന്റെ കൂടെ സംസാരിക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഫാത്തിമാന്റെ കൂടെ കിടക്കലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എന്റെ ഫാത്തിമ പിറന്ന ദിവസമോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് ലോകത്തെ പഠിപ്പിച്ച നബിയേ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ മനസ്സിന്റെ മാണിക്കല്ലാറ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചെറ്റക്കോടയുടെ മുമ്പ് നിന്നുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് മനസ്സിലായി അലി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെയാ വന്നിരിക്കുന്നത്, പ്രയാസത്തോടെയാ വന്നിരിക്കുന്നത്, നൊമ്പരത്തോടെയാ വന്നിരിക്കുന്നത്. ആ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ ഫാത്തിമ റളിയല്ലാഹു തആല ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ,
അങ്ങ് സാധാരണ വരുന്ന പോലെയല്ലല്ലോ എന്ന് വന്നിരിക്കുന്നത്. ഒരുപാട് സങ്കടമുണ്ടല്ലോ, അങ്ങയുടെ മനസ്സിലുണ്ടോ പ്രയാസം കുടുങ്ങിയിട്ടുണ്ടല്ലോ, എന്തേ കാരണമെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്നും മിണ്ടുന്നില്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കാൻ അലിയേ എന്തേ അങ്ങൊന്നും പറയാത്ത അലിയേ, എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുന്ന, എല്ലാ സങ്കടങ്ങളോടും എല്ലാ സന്തോഷങ്ങളും എന്നോട് പങ്കുവെക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെന്തേ എന്നോടൊന്നും പറയാത്തതെന്ന് ചോദിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ ഞാൻ പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ? എന്റെ വിഷമം പറഞ്ഞാ, എന്റെ സങ്കടം പറഞ്ഞാ നിനക്ക് പരിഹരിച്ചു തരാൻ പറ്റോ? എങ്കിലേ ഞാൻ പറയോളെന്ന് പറഞ്ഞപ്പോ നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് പ്രവാചകന്റെ പെണ്ണുമോൾ പറയുന്നു, അലിയേ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പറഞ്ഞോ. ചന്ദ്രനെ പിളർത്തിയ പ്രവാചകന്റെ പൊന്നുമോളാണെങ്കിൽ, ഈ മോള് റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണമാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ഞാൻ നടത്തി തരുമെന്ന് പറഞ്ഞപ്പോ അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫാത്തിമ എല്ലാ സഹാബത്തും നിന്റെ കാരുണ്യത്തിന്റെ നിറദീപമായ ഹബീബ് ഇന്നിതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒരുമിച്ച് സഹാബത്തല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫാത്തിമ അവിടെ എത്തിയപ്പോഴോ നല്ല സുവിശേഷമായ ഭക്ഷണം തയ്യാറാക്കി അവൻ അല്ലാഹു പണം കൊടുത്തത് കൊണ്ടല്ലേ, എന്റെ ഉസ്മാൻ അല്ലാഹു കാശ് കൊടുത്തത് കൊണ്ടല്ലേ അങ്ങനെ തയ്യാറാക്കിയപ്പോ നമ്മുടെ ഹബീബ് ദുആ ചെയ്തതെന്തെന്ന് നിനക്കറിയോ ഫാത്തിമ? പള്ളിയിൽ നിന്ന് ഇറങ്ങി നടന്നത് മുതൽ ഈ വീടെത്തുന്നത് വരെ എത്ര ചുവട്ടടിയുണ്ടോ, എത്ര കാൽപ്പാടുണ്ടോ, അതിനൊക്കെ അർഹമായ പദവി അല്ലാഹു സ്വർഗത്തിന് ഉസ്മാന് കൊടുക്കട്ടെ എന്ന് പറയുമ്പോ ഈ അലിയിന് എന്നാണ് അങ്ങനെ ഒരു പ്രാർത്ഥന കിട്ടുന്നത്? ഫാത്തിമ ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ ഈ വീടിനകത്ത് പട്ടിണി കിടക്കുന്ന എനിക്ക് എങ്ങനെയാണ് ഫാത്തിമ എന്റെ വീടിനകത്ത് റസൂലുള്ളാഹിനെ കൊണ്ടുവരാൻ കഴിയുന്നത്? എന്റെ വീടിന്റെ അകത്ത് സഹാബത്ത് വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് എനിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് എന്റെ ഈ വീടിന്റെ അകത്ത് ഭക്ഷണം കൊടുത്തത് കൊണ്ട് ദുആ ചെയ്യുന്നത് എനിക്ക് കൊതിയുണ്ട് ഫാത്തിമ. ഉസ്മാന് മാത്രം നടത്തിയാ മതിയോ എനിക്ക് വേണ്ടേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ ആദ്യമായി അലിയാർ ഞങ്ങളുടെ മനസ്സിന്റെ സങ്കടം കണ്ടപ്പോ കണ്ണീര് തുടച്ചിട്ട് പറയുക, അലിയേ നിങ്ങൾ സങ്കടപ്പെടണ്ട, നാളെ വിളിച്ചോ എന്റെ ഹബീബിനെ, നാളെ വിളിച്ചോ. സഹാബത്തിനെ എത്ര പേരെയാണ് നിങ്ങളും നാളെ വിളിച്ചോ. നാളെ അവർക്ക് ഇന്ന് വരെ അവരെ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം നമുക്ക് കൊടുക്കാം. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫാത്തിമ എന്നെ കളിയാക്കയാണോ, എന്നെ പരിഹസിക്കയാണോ? ഒരു നേരത്തെ ഈന്തപ്പഴം പോലും കഴിക്കാൻ നിവൃത്തിയില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഞാനും നീയും എങ്ങനെയാണ് ഇത്രയും സഹാബികൾക്ക് ഭക്ഷണം കൊടുക്കുക? നിന്റെ ഹബീബിനെ വിളിച്ച് അപമാനിക്കുന്നത് എങ്ങനെയാ? ഫാത്തിമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ. ഫാത്തിമയാ പറയുന്നത് റസൂലുള്ളാഹിയുടെ കരളിന്റെ കഷണമെന്ന് ലോകത്തോട് പൊന്നാര നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാത്തിമയാ പറയുന്നത് നിങ്ങൾ പൊയ്ക്കോ. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തേ ഫാത്തിമ നീ പറയുന്നത്? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ഒരു വലിയ പാത്രം സംഘടിപ്പിക്കുകയാ. എന്നിട്ട് അന്ന് എങ്ങനെയാണോ പാചകത്തിന് വേണ്ടി അടുപ്പ് കൂട്ടിയിരുന്നത് അതുപോലെ കൂട്ടിയിട്ട് വലിയ പാത്രം അതിന്റെ മുകളിൽ വെക്കുകയാ. എന്നിട്ട് വലിയ ഒരു മൂടി കൊണ്ട് മൂടി വെക്കുകയാ. എന്നിട്ട് ആ പാത്രത്തിന്റെ മുകളിൽ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ കരളിന്റെ കഷണം പറഞ്ഞതെന്തെന്നറിയോ? എന്റെ ഹബീബിന്റെ ഹക്കുണ്ട്, നാളെ ഇത് നടന്നിരിക്കണം റബ്ബേ. എന്റെ ഭർത്താവിന്റെ മനസ്സിന്റെ കണ്ണീര്, എന്റെ ഭർത്താവിന്റെ ഉടഞ്ഞുപോയ കൽബുണ്ടല്ലോ, എനിക്ക് മാറ്റിയെടുക്കണം റബ്ബേ. അത് നാളെ ഹബീബ് വരുമ്പോ, സഹാബത്ത് വരുമ്പോ ഈ പാത്രം നിറച്ചെനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് ഫാത്തിമ റളിയല്ലാഹു അൻഹ നിസ്കാരം തുടങ്ങി.
അലി റളിയല്ലാഹു അൻഹുവിനെ എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. റസൂലുള്ളാഹി സഹാബത്തിനെയും വിളിക്കുമ്പോൾ നാണം കെടുമോ? അവരെ പരിഗണിച്ചവരിൽ പെട്ടുപോകുമോ? ഉള്ള സ്ഥാനവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുമോ? എല്ലാം തകർന്നടിയുമോ? ഒന്നും ചിന്തിക്കുന്നില്ല. റസൂലുള്ളാഹിയെ വിളിക്കാൻ നബിയേ നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിലാണ്, ഇന്ന് ഉസ്മാന്റെ വീട്ടിൽ പോയ പോലെ നാളെ എന്റെ വീട്ടിൽ വരെ നബിയേ. ഓരോ സഹാബിയുടെയും വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്റെ വീട്ടിൽ നാളെ വരെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയിരിക്കുകയാണ്. സഹാബികളൊക്കെ ഞെട്ടിപ്പോയി. അലിയിനെ വിടുന്നാണ് എത്രത്തോളം കാശ് വരുന്നത്, ഞങ്ങൾക്ക് ഭക്ഷണം തരാ, എത്രത്തോളം സൗകര്യം അലിയിനെ വിടുന്ന. എല്ലാ സഹാബികളും അല്ലാഹുവിന്റെ റസൂലിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് പിറ്റേന്ന് അലിയാറ് ഞങ്ങളുടെ വീട്ടിലേക്ക് നടന്നു വരുമ്പോ അലി റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്ത് കിടന്ന് ഞെരിവിരി കൊള്ളുകയാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയേ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിട്ട് അങ്ങനെ ഞാനും നിങ്ങളും എടുത്തു വെച്ച പാത്രത്തിന്റെ മൂടിയൊന്ന് തുറക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് MD വാസുദേവൻ നായർ എഴുതിയ കഥയല്ല, കമലാസുര എഴുതിയിട്ട് വെച്ചിട്ട് പോയ നോവലല്ല, പത്മരാജന്റെ തിരക്കഥയല്ല. എന്റെ സഹോദരങ്ങൾക്ക് അതല്ലേ അറിയുള്ളൂ. ഇസ്ലാമിന്റെ ചരിത്രങ്ങളെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട യുവത്വമേ, ഇത് പഠിക്കണേ, നിങ്ങൾ പഠിക്കണേ. എന്നിട്ട് മദീനയുടെ മണവാളിന് വേണ്ടി ലക്ഷക്കണക്കാരെ സലാത്ത് ചൊല്ലിയിട്ട് ജീവിതത്തിന്റെ പട്ടിണി മാറോ, കട്ടറ മാറോ, ദുരന്തം മാറോ, ദുരിതം മാറോ. അല്ലാഹുവിന്റെ ഹബീബിന് സലാത്ത് സമർപ്പിച്ചിട്ട് പൊട്ടിക്കരഞ്ഞിട്ട് ദുആ ചെയ്തോ. ഉറപ്പ് വിശ്വാസമുള്ളവരുടെ മനസ്സിൽ അൽഹംദുലില്ലാഹ് എന്ന മറുപടി ഉറപ്പ്. അതിലൊരു സംശയവും വേണ്ട. എത്രയോ മജ്‌ലിസിന്റെ വേദി തകർന്നു പോകുന്ന തരത്തിലുള്ള കൊടുങ്കാറ്റും പേമാരിയും മദീനയുടെ മണവാളന് സലാത്ത് വളർന്നുകൊണ്ട് നിർത്തിയതിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ കണ്ടിട്ടില്ലേ? അത് റസൂലുള്ളാഹിയോടുള്ള മഹബത്തിന്റെ ഭാഗമാ. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട് തമ്മിലടിച്ച് ഈ സമുദായത്തെ ഭിന്നിപ്പിച്ച് ഛന്നഭിന്നമാക്കാറ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ആനന്ദിക്കാനുള്ള വീട്, ആ വീടിൽ നീ ഭക്ഷണം കഴിക്കുന്ന ദൈവന്റെ പേരിന്റെ മുന്നിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ നാടിന് വരെ വിളിച്ചിരുത്തിയിട്ടുണ്ടോ? നിന്റെ വീട് വൃത്തിയാക്കുന്ന വേലക്കാരനെ ഇരുത്തിയിട്ടുണ്ടോ? നിന്റെ പുരയിടം ശുചീകരിക്കുന്ന കൂലിക്കാരനെ ഇരുത്തിയിട്ടുണ്ടോ? റസൂലുള്ളാഹി പഠിപ്പിക്കുന്നതാണ്. ആ മാനുഷിക മുഖമാണ് ഈ സമുദായത്തിൽ നഷ്ടപ്പെട്ടു പോയത്. ഇനി ആ 3 കാര്യം അതുകൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആയിലേക്ക് കിടക്കാം. നരകവാസികൾ നരകത്തിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലുള്ളവരെ നോക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു തുള്ളി വെള്ളം അല്ലാഹു നിങ്ങൾക്ക് തന്നത് എന്തെങ്കിലും ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോ വിരലുകൾ കൊണ്ട് സ്വർഗത്തിൽ അരുവികൾ ഉണ്ടാക്കുന്ന ഒരു വിഭാഗം. അവരാരാണ്? അവർക്ക് 3 വിശേഷണമാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ബൈബിൾ അംഗീകരിക്കുന്ന ക്രിസ്തീയ പുരോഹിതന്മാരൊരു നായയുടെ കഥ പറയുന്നുണ്ട്. ഈ 3 നായകളെയും മുന്നിൽ വെച്ച് ചർച്ച ചെയ്യുമ്പോ പരിപൂർണമായും അള്ളാഹു പടച്ച നജസെന്ന് ഈ സമുദായം പറയുന്ന നായയിൽ നിന്ന് ഒരു മനുഷ്യന് പഠിക്കാൻ 10 ഗുണപാഠങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയാൻ. മനുഷ്യൻ മൃഗത്തെ പോലെ അധപ്പതിക്കുമ്പോ പ്രായപൂർത്തിയാകാത്ത കോതമംഗലത്തുള്ള പെൺകുട്ടിയെ കൊണ്ടു നടന്ന് പ്രിയപ്പെട്ട പിതാവ് ശരീരം വിറ്റിട്ട് പള്ള നിറയ്ക്കുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ റെയിൽവേ പിന്നെ പ്ലാറ്റ്ഫോറത്തിലൂടെ വലിച്ചു കൊണ്ടുവന്ന് ക്രൂരമായി പാളത്തിലിട്ട് മാനഭംഗപ്പെടുത്തിയ പെൺകുട്ടിയുടെ കണ്ണീര് തോരാത്ത കേരളത്തിന്റെ കരയിൽ ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരു നായയിൽ നിന്ന് ഒരു മനുഷ്യൻ 10 കാര്യം പഠിച്ചാൽ മലക്കിനേക്കാൾ അവൻ ഉയരും. അല്ലാഹു തആല ഉയർച്ച നമുക്ക് തരട്ടെ. നമ്മൾ ആര് നായെ കണ്ടാലും നമ്മൾ അപ്പ കല്ലെടുക്കും. ആ നായയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള 10 ഗുണപാഠങ്ങൾ, അത് നമ്മൾ പഠിച്ചാൽ നമ്മളൊരു മലക്കിനേക്കാൾ ഉയരുമത്തി. അള്ളാഹു അങ്ങനെ ഒരു ഉയർച്ച നമുക്ക് തരട്ടെ. നാളെ ആ വിഷയം ചർച്ച ചെയ്തിട്ടാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ പോകുമ്പോ അപ്പുറത്ത് വൈകി നിൽക്കണ ബൈക്കിൽ അങ്ങോട്ട് പോകുമ്പോൾ ആ നായ കണ്ട് നിർത്തണ ഇറങ്ങിയിട്ട് 10 കാര്യം എവിടെ 10 കാര്യം എന്ന് പറയും നോക്കിക്കൊണ്ടിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ പാനൂര് ആറാട്ടുപുഴ പാനൂര് കുറച്ച് ദിവസമായോളൂ ഉച്ചിത്തരിയിൽ നിന്ന് കുറച്ച് ചെറുപ്പക്കാർ വാതേക്കാൻ വേണ്ടി വന്നിട്ട് തിരിച്ചു പോയപ്പോ ഉസ്താദെ സ്ഥലം പറയണ്ടാണ്. ആ നായ വൃത്തിയാടി പാവം
അവര് ബൈക്കിൽ നിന്ന് വീണില്ലല്ലേ? വീണോ? പ്രശ്നമൊന്നും ഉണ്ടായില്ല, അൽഹംദുലില്ലാഹ്. എന്നിട്ട് അവർ അപ്പോഴും തന്നെ വിളിച്ചു പറഞ്ഞു, സാർ ദുആ ചെയ്യണം, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കാസറ്റൊക്കെ കൊണ്ടു നടന്ന് ആ പള്ളിയിലും വെള്ളിയാഴ്ച എല്ലാ വെള്ളിയാഴ്ച അട്ടക്കുളങ്ങര കാസറ്റ് വിൽക്കാൻ വേണ്ടി വന്നൊരു സഹോദരൻ, ആ പാവപ്പെട്ടവൻ കാസറ്റും കൊണ്ട് ലോറി ഇടിച്ചെന്ന് കയറി കഴിഞ്ഞ വെള്ളിയാഴ്ച. ഹെൽമെറ്റ് ഉള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കണ്ട എല്ലാവരും പറഞ്ഞു, വലിയ ഇടിയായിരുന്നു. പാവം അവൻ വിളിച്ചിട്ട് പറയണം, സാറേ ദുആടെ ബറക്കത്തുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞു കാസറ്റ് വയ്ക്കാമെന്ന് നുണയെ പറഞ്ഞോണ്ട് എന്നാ ഇങ്ങനെ തന്നെ ദുആ ചെയ്യുമ്പോൾ അടുത്തത് ആമീൻ പറഞ്ഞു. ഇല്ല സാറേ, ഞാൻ എത്ര കച്ചവടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ വന്ന് ആമീൻ പറയാറുണ്ട്. അല്ലാഹു തആല അതുകൊണ്ട് ഒരുപാട് സഹോദരങ്ങൾ, എനിക്കും നിങ്ങൾക്കും ഒക്കെ ദുആ എന്ന് പറയുന്നത് അൽഹംദുലില്ലാഹ് ഒരു മൂർച്ചയേറിയ ആയുധമാണ്. നഷ്ടപ്പെടുത്തരുത്. ഇന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ അൽഹംദുലില്ലാഹ് നമ്മുടെ ഇൽമിന്റെ സമാപന വേദി. അതുകൊണ്ട് വളരെ മനോഹരമായി സലാത്തുകൾ ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൽ കഴിയുന്നവർ വിരൽത്തുമ്പുകൊണ്ട് സ്വർഗീയമായ അരുവികൾ ഉണ്ടാക്കുന്നതിന് പ്രധാനമായവരുടെ 3 സ്വഭാവ ഗുണം അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്ന് മാത്രം പറയാം, നാളെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാം. അതിൽ ഒന്ന് യൂഫൂന ബിന്നദർ, നേർച്ചകൾ നേർന്നാൽ അതിനെ അവർ പൂർത്തീകരിക്കുന്നവരാണ്. നേർച്ച എന്ന് പറയുമ്പോൾ നമ്മുടെ സഹോദരിമാർക്ക് കുറെ നേർച്ചകളുണ്ട്, അത് നാളെ വിശദീകരിക്കാം. രണ്ടാമത്തെ സ്വഭാവം അവരല്ലാഹുവിന്റെ പരലോകത്തെ ഭയന്നുകൊണ്ട് ജീവിച്ചു എന്ന് ഒറ്റ വാക്കിൽ ഞാനങ്ങ് പറയാൻ വിശദീകരണം നാളെ. മൂന്നാമത് അല്ലാഹു അവർക്ക് കൊടുത്ത സ്വഭാവം എന്താ? അതാണ് നമ്മുടെ വിഷയം. അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അവർക്ക് ഭക്ഷണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ, അവർക്ക് സ്വത്തിനോട് താല്പര്യമുള്ളപ്പോ ആ താല്പര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണവർ. അവര് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കും. നമ്മൾ കഴിച്ചതിന്റെ ബാക്കിയല്ല. നമുക്ക് പണത്തിനോട് താല്പര്യമുള്ളപ്പോ ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്നതാണ് മൂന്നാമത്തെ നമ്മുടെ സ്വഭാവ ഗുണം. ഇൻഷാ അല്ലാഹ് നാളെ വിശദീകരിക്കും. അതിലുപരി അള്ളാഹുവിന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യനെയും മൃഗത്തെയും വേർതിരിച്ചുകൊണ്ട് പറഞ്ഞ ധാരാളം സംഭവങ്ങളുണ്ട്. അതൊക്കെ ഈ നാളെ വിശദീകരിക്കും. ബാക്കി 10 ഗുണപാഠങ്ങളുണ്ട്, അതും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്ത് പിരിയും. നാഥൻ ഖബൂലാക്കട്ടെ. ഇന്നത്തെ ദുആയിന് വേണ്ടി ഇൻഷാ അല്ലാഹ് പ്രവേശിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് 7 സ്വലാത്ത് പരിശുദ്ധ മസ്ജിദിൻ നബവിയെ നിയത്ത് ചെയ്തുകൊണ്ട് ചെല്ലുക. വെള്ളിയാഴ്ച രാവാണ്, ധാരാളം തിരക്കുള്ള രാത്രിയാണ്. മസ്ജിദിൻ നബവിയിൽ നിന്ന് തിരിയാൻ നേരമില്ലാത്ത, ഇടമില്ലാത്ത രാത്രിയാണെന്ന്. അൽഹംദുലില്ലാഹ് ഈ രാവിൽ ഒരു പെങ്ങൾ ഒരു സ്വർണ്ണ കമ്മൽ സ്വതക്ക ചെയ്തു. പിന്നെ ഒരുപാട് പേര് 100, 500, 1000 ഒക്കെ അവരെ കൊണ്ട് പറ്റുന്നത് ചെയ്തു. ഇൻഷാ അല്ലാഹ് കവറുകൾ കിട്ടിയവർ ഇന്ന് തന്നെ നിയത്ത് ചെയ്ത് ഇത്ര തുക നാളെ കൊണ്ടുവരും. വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധി കൊണ്ട് അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. محمد صلى الله عليه وسلم. صلى الله عليه وسلم. صلى الله على محمد وسلم. صلى الله على محمد صلى الله عليه. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. അല്ലാഹുവേ, നിന്റെ പൊന്നാന ഹബീബിന്റെ ഹളറത്തിലേക്ക് ഈ സദസ്സിൽ നിന്ന് ചൊല്ലിയ സലാത്തുകളെ കോടിക്കണക്കിന് സലാത്തുകളാക്കി എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. നിന്റെ ഹബീബ് നമുക്ക് തന്നതിന് പകരം തിരിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല റബ്ബേ. ഈ സലാത്തുകൾ ഒരു സമ്മാനമാക്കി നിങ്ങളുടെ ആരംഭപ്പൂവായ നബിതങ്ങൾക്ക് കൊടുക്കണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങളുടെ കാരണമായി ആ ഹബീബായ നബി തങ്ങളുടെ മനസ്സ് വേദനിക്കല്ലേ അല്ലാഹുവേ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സ് വേദനിക്കുന്ന തരത്തിലുള്ള ചിന്തയും വാക്കും പ്രവൃത്തിയുമല്ലോ സാധുക്കളായ ഞങ്ങൾക്ക് തരല്ലേ റഹ്മാനായ പടച്ചവനെ, എത്ര നല്ല മജ്‌ലിസാണ്. അടുത്ത ഒരു വർഷത്തിനകത്ത് ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ 25,000 രൂപ മുതൽ 5,000-ഉം 10,000-ഉം അല്ലാഹുവേ 2,500-ഉം 1,000-ഉം ഒക്കെയായി ഒരുപാട് സഹോദരങ്ങളാ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ആയുസ് കൊടുക്കണേ അല്ലാ. ആ സ്വതക്ക പറഞ്ഞതുകൊണ്ട് അതിനുള്ള വഴികളെ നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാഹുവേ, നിന്റെ പള്ളിക്ക് വേണ്ടി സഹായിച്ച സഹോദരങ്ങൾ, അവരുടെ മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. കച്ചവടത്തിന്റെ ബറക്കത്തിന് വേണ്ടി പിറന്നവർ കച്ചവടത്തിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണേ അല്ലാഹ്. റഹ്മാനായ രാജസയ്യിദായ തമ്പുരാനെ, ഈ പരിശുദ്ധ മജ്‌ലിസിൽ 2-3 ദിവസങ്ങളായി ദുആ ചെയ്യാ സദഖ കൊടുത്ത ആവശ്യം പറഞ്ഞവർ അവരുടെ മുറാദുകളെ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർണം തന്നവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. തന്റെ പൊന്നുമോന് ഈമന് വേണ്ടി, ആഫിയത്തിന് വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി സ്വർണം തന്ന സഹോദരൻ അല്ലാഹുവേ, ഒരു കുഞ്ഞിനെ കൂടി നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനെ, ഗർഭവതികളായ ഭാര്യമാര്, അവരുടെ ശരീരത്തിന്റെ അവസ്ഥ കണ്ട് വേദനിക്കുന്നവര് ഉസ്താദേ ഏറ്റെടുക്കാറായി ദുആരക്കണേ. സലാത്ത് ചൊല്ലുന്നവര് മോനെയോ മോളെയോ എനിക്ക് വേണം ദുആരക്കണേ. എന്റെ ഭാര്യയെ കഷ്ടപ്പെടുത്താതെ, ഞങ്ങളെ കരയിപ്പിക്കാതെ നല്ല ഒരു കുഞ്ഞിനെ കിട്ടാൻ ദുആരക്കണമെന്ന് പറഞ്ഞ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ ഭാര്യമാരുടെ പ്രസവം ഒരു ദുരന്തമാക്കല്ല അല്ലാഹ്, ഒരു ദുരിതമാക്കല്ല അല്ലാഹ്. പടച്ചവനെ, ആദ്യ ദിവസം ഞാൻ ഇവിടെ വന്നപ്പോ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ഒരു വയോവൃദ്ധനായ പ്രിയപ്പെട്ട പിതാവ് രോഗിയായി കിടക്കുന്നുണ്ടായിരുന്നു. ആ പിതാവിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അറിവുള്ള മനുഷ്യനാണ്. ഇൽമിന്റെ ബറക്കത്ത് കൊണ്ട് ശരീരത്തിന്റെ നൊമ്പരം മാറ്റണേ അല്ലാഹ്. അല്ലാഹുവേ, നിങ്ങളുടെ പള്ളിക്ക് മനോഹരമായ ഈ പരിപാടികൾ ഉദ്ഘാടനം നടത്തിയ മുഹമ്മദ് കുട്ടി ഉസ്താദിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ മഹല്ലിന് നേതൃത്വം കൊടുക്കുന്ന സംഘാടക സമിതിയുടെ ബഹുമാനായ സെക്രട്ടറി അടക്കം പ്രസിഡന്റ് അടക്കം ഈ മഹല്ലിന്റെ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് പരിശ്രമിക്കുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവർക്ക് ജോലിയുണ്ടെങ്കിൽ അതിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. മക്കളുണ്ടെങ്കിൽ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഒരുപാട് പേരുടെ മുഖവും മുന്നിയും കണ്ടുകൊണ്ട്, മുഖം കറുപ്പിച്ചത് കണ്ടുകൊണ്ട് നിന്റെ പള്ളിക്ക് വേണ്ടി ഇഖ്ലാസോടെ പ്രവർത്തിക്കുന്ന ആ പാവപ്പെട്ടവർ നീ തടയല്ലേ അല്ലാഹുവേ. ഈ പള്ളിയിൽ വന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ സുഹൃത്തായി ഇവിടെ സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അല്ലാഹുവേ, സാധുവാണ്, പാവപ്പെട്ടവനാണ്, ഈ മഹല്ലിന്റെ നന്മക്ക് വേണ്ടി ഇഖ്ലാസോടെ ഓടി നടക്കുന്നവനാണ്. അല്ലാഹുവേ, ആ ഉസ്താദിന്റെ ഇൽമ നീ അധികരിപ്പിക്കണേ അല്ലാഹ്. നല്ല കുടുംബ ജീവിതം കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ കൂട്ടുകാരാണ് മഹ്മൂദ് മൗലവി അടക്കം, ഹാമിദ് ഉസ്താദ് അടക്കം, അല്ലാഹുവേ പടച്ചവനെ, എനിക്ക് പേരറിഞ്ഞൂടാത്ത, എവിടെയാണെന്ന് അറിഞ്ഞുകൂടാത്ത ഒരുപാട് ഉസ്താദുമാര് മജ്‌ലിസിലുണ്ട് റബ്ബേ. അവരുടെ ജീവിതമൊക്കെ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. മുതഅല്ലിമീങ്ങളുണ്ട്, വിശിഷ്യ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ട് റബ്ബേ. അല്ലാഹുവേ, നന്നാവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിച്ചവരുണ്ട്. ആര് കർത്താലും ആര് കർത്താലും ഹബീബിന്റെ പതാകയുടെ ഭാഗം സ്വർഗത്തിലേക്ക് നടന്നു പോകണമെന്ന് ചിന്തിക്കുന്ന രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരുണ്ടല്ലോ. അവര് സിനിമ കാണാൻ പോയവരല്ല, അവർ ഉത്സവത്തിന് പോയവരല്ല, അവർ ഗാനമേള കേൾക്കാൻ വന്നവരല്ല. ഒരു സരസിൽ വന്ന് അവിടത്തെ ആളുകളിൽ നിന്ന് എന്റെ കൂടെ ഇവിടെ വന്നവര്, അല്ലാഹുവേ, ഒരുപാട് ദൂരെ നിന്ന് എന്നവര്, ആറാട്ടുകുള പാനൂർ
താനൂരടക്കം ആലപ്പുഴയടക്കം കരുനാഗപ്പള്ളി കായംകുളം മുതൽ അള്ളാഹുവെ ഓച്ചറയടക്കം ഒരുപാട് സ്ഥലങ്ങൾ, എല്ലാ സ്ഥലങ്ങളും എന്റെ മനസ്സിലേക്ക് വരുന്നില്ല. അള്ളാഹുവേ ആ പ്രിയപ്പെട്ട കൂട്ടുകാരെ മുഴുവനും അനുഗ്രഹിക്കണേ അല്ലാ. കൈനാഗപ്പള്ളിയും കരുനാഗപ്പള്ളിയും തഴവയും കായംകുളവും കുറിച്ചറിയും അള്ളാഹുവിന്റെ പരിസരത്ത് മണപ്പള്ളിയടക്കം ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിയ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ഇൽമിൽ വർദ്ധനവ് കൊടുക്കണമല്ല. പരിശുദ്ധ റമളാൻ കഴിയുമ്പോൾ ഉസ്താദെ കണ്ട റമളാനിൽ വെച്ച് ഏറ്റവും നല്ല പരിശുദ്ധമായ റമളാൻ, ഏറ്റവും നല്ലതുപോലെ ഖുർആൻ ഓതിയ റമളാൻ, ഏറ്റവും നല്ലതുപോലെ പൊട്ടിക്കരഞ്ഞ റമളാൻ, ഏറ്റവും നല്ലപോലെ നോമ്പ് പിടിച്ച റമളാൻ ഈ റമളാനായിരുന്നു എന്ന് വിളിച്ചു പറയാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണമല്ലോ. ആ കൂട്ടുകാരിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി റബ്ബേ. അവരൊക്കെ ഭാഗ്യവാന്മാരാണ്. ഫൈസലിനെ പോലെ അൻസാദിനെ പോലെ തെങ്ങ് വീണ് മരണപ്പെട്ട നിസാബുദ്ദീൻ എന്ന കൂട്ടുകാരനെ പോലെ അള്ളാഹുവെ കായംകുളത്ത് മരിച്ച എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി ആരാമീറിനെ പോലെ അവർക്കൊക്കെ ദുആ ഓരോ രാത്രിയിലും കിട്ടുകയില്ലേ റബ്ബേ. അവരുടെ ഖബറിന്റെ അവസ്ഥ എന്തെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. അവരുടെ ഖബറുകളെ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്നേഹവന്തം ദീനിന്റെ പേരിലാക്കണേ അല്ലാ. പണത്തിനോടുള്ള ഭ്രാന്ത് മൂത്തിട്ട് കൂട്ടുകാരനെ കരുത്തറുത്തുന്ന കയ്യറുക്കുന്ന ദുർവൃത്തി ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കല്ല അല്ലാ. ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ വീട്ടിലും അല്ലാഹുവേ അത് നടന്നത് കേൾക്കാനുള്ള ദുർവിധി ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾ ഓരോരുത്തരും ഓരോ ജോലി ചെയ്യുന്നവരാണ്. ആ ജോലിയിൽ ബറക്കത്ത് തരണേ അല്ലാ. എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം ഞങ്ങൾക്ക് ഒരുക്കിത്തന്ന വീട്ടുകാരെ അനുഗ്രഹിക്കുക അല്ലാ. എല്ലാ ബറക്കത്തും അവർക്കും അത് ഭക്ഷണത്തിലും നിറച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മഅദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. മഅദനി ഉസ്താദിനെ പോലെ ഒരുപാട് പേര് കട്ടത അനുഭവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കൊക്കെ രക്ഷ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് നേതൃത്വം തരുന്ന സമുദായത്തിന്റെ പണ്ഡിതന്മാർക്ക് ഒത്തൊരുമ കൊടുക്കണേ അല്ലാ. റഹ്മാനായ നാഥ, ഞങ്ങളെന്നാണ് മരിക്കുന്നതെന്നറിയില്ല. എപ്പോഴാണെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ പറയാതെ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റസൂലുള്ളാഹിയെ കുറിച്ച് ഇത്രയും പറഞ്ഞ ഞങ്ങളെ ആ മദീന കാണാതെ റൂഹ് പിടിക്കല്ലേ അല്ലാ. മദീനത്ത് കിടന്ന് മരിക്കണം എന്ന മോഹമുണ്ട് റബ്ബേ. അതിന് ഞങ്ങളെ നീ തിരഞ്ഞെടുക്കുമോ എന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. 10,000 സഹാബാക്കൾ കിടക്കുന്ന ജന്നത്തുൽ ബഖീന്റെ പരിസരത്ത് കിടക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ. അതിന് ഞങ്ങൾക്ക് തൗഫീഖ് ഉണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം ഞങ്ങൾ അത്രയ്ക്ക് പാപികളാണ്, അത്രയ്ക്ക് തെറ്റ് ചെയ്തവരാണ്. ഒന്നുമില്ല റബ്ബേ, ഞങ്ങളുടെ ഖബറിലേക്ക് കൊണ്ടുപോകാനൊന്നുമില്ല. ഈ പരിശുദ്ധ ശഅബാന്റെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ടല്ല ഈ ഒരുമിച്ച് കൂടിയ കൂട്ടം ഞങ്ങളുടെ ഖബർ വിശാലമാക്കുന്നതിന് കാരണമാക്കണേ അല്ലാ. റബ്ബേ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന രീതിയിൽ ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. മരിച്ചാൽ ആരും അറിയാതെ എവിടെയെങ്കിലും കിടന്ന് പുടിവരിക്കുന്ന ശരീരമാക്കി ഞങ്ങളുടെ ശരീരത്തെ മാറ്റല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളെ വളർച്ചയെത്തുന്നതിന് മുൻപ് യതീമീങ്ങളാക്കല്ല അല്ലാ. ഞങ്ങളില്ലെങ്കിൽ അവരെങ്ങനെ ജീവിക്കുമെന്ന് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അപകട മരണം ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്ക് വരുത്തല്ലേ അല്ലാ. അവര് മുറ്റത്ത് ഓടിക്കളിക്കുന്നവരാണ്. അവര് ഞങ്ങളറിയാതെ ഇഴഞ്ഞിഴഞ്ഞ് വീടിന് പുറത്തിറങ്ങുന്നവരാണ്. അല്ലാഹുവേ, ഇടജന്തുക്കളുടെ ഉപദ്രവം ഞങ്ങളുടെ അരിമ മക്കൾക്ക് കൊടുക്കല്ല അല്ലാ. ഞങ്ങളുടെ മുഖത്ത് നോക്കി വാപ്പാന്ന് പോലും വിളിക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞ് മരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലേ അല്ലാ. മക്കളില്ലാത്തവർ
ഈ സരസ്സിലുണ്ട് അല്ലാ. അവർക്ക് മക്കളെ നീ കൊടുക്കണേ അല്ലാ. രാവിലെ മുതൽ കൂലിവേലയ്ക്ക് പോയി വൈകുന്നേരത്ത് അല്ലാഹുവേ ആ ജോലിയെല്ലാം കഴിഞ്ഞ് കുളിച്ചൊരുങ്ങി വാതിന് വന്നവരുണ്ട്. നാളെ രാവിലെ വീണ്ടും ജോലിക്ക് പോകാനുള്ളവരുണ്ട്. കച്ചവട സ്ഥാപനങ്ങൾ അടച്ചിട്ട് വന്നവരുണ്ട്. പഠിക്കാനുണ്ടായിട്ട് പോലും വാതിന് വന്നവരുണ്ട്. റബ്ബേ അവർക്കൊക്കെ ശരീരത്തിന്റെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. എണ്ണമറ്റ സ്ത്രീകളാണ് ഈ ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടിയത് റബ്ബേ. ആ സ്ത്രീകളെ അല്ലാഹുവേ സ്വാലിഹത്തുകളാക്കണേ അല്ലാ. റമളാൻ മാസത്തിൽ അല്ലാഹുവേ സീരിയൽ കാണുന്നവരാക്കല്ല അല്ലാ. നോമ്പ് പിടിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് പൊട്ടിക്കരയുന്നവരാക്കണേ അല്ലാ. ഞങ്ങൾ റമളാനിനെ ഒരുപാട് കൊതിച്ചുപോയി അല്ലാ. ഒരുപാട് മോഹിച്ചുപോയി അല്ലാ. തറാവീഹ് നിസ്കരിക്കാൻ ആശിച്ചുപോയി റബ്ബേ. അതുകൊണ്ട് നോമ്പിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. റഹ്മാനായ പടച്ചവനേ, കാത്തിരുന്ന റമളാൻ എത്തുമ്പോ ഞങ്ങളെ രോഗിയാക്കി മാറ്റല്ല അല്ലാ. നോമ്പ് പിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള രോഗം ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തരല്ല അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാരിൽ ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അവരുടെ ഖബറുകളെ വിശാലമാക്കണമല്ല. എന്റെ പ്രിയപ്പെട്ട ഒരു നാഥനാറ ചിറങ്ങി എന്ന ഉസ്താദ് അല്ലാഹുവേ നേരെങ്കിലും വേണം തൊണ്ടടയ്ക്കോളം ദുആ ചെയ്താലും മതി വരൂല. ആ പ്രിയപ്പെട്ട ഗുരുനാഥന്റെ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അജ്മീർ സിയാറത്തിന് പോയിരിക്കുകയാണ് പടച്ചവരെ. ആ ഉസ്താദിന്റെ സിയാറത്ത് നീ സ്വീകരിക്കണേ അല്ലാ. യാത്രയിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. പടച്ചവനെ, സാധുക്കളായ ഞങ്ങളെ ഈ നാട്ടുകാരില് സാധു സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരായി തിരഞ്ഞെടുക്കുന്നവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരുപാട് മാതൃകയുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഇന്നലെ ഒരു വീടിൽ നിന്ന് എനിക്ക് കഴിക്കാനായി ആളുകളിൽ ഇറങ്ങിയപ്പോ സുഭിക്ഷമായ ഭക്ഷണം അല്ലാഹുവേ തയ്യാറാക്കി ഒരു കവറിന്റെ അകത്ത് ഒരുക്കിക്കൊണ്ട് തന്നോട് പ്രിയപ്പെട്ട കൂട്ടുകാരൻ അല്ലാഹുവേ ആ സഹോദരന്റെ ഉമ്മായ അനുഗ്രഹിക്കണേ അല്ലാ. ആ സഹോദരന്റെ ഉപ്പായ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശ രാജ്യത്ത് കഴിയുന്ന ആ പ്രിയപ്പെട്ട പിതാവിന് നല്ല ജോലി കൊടുക്കണേ അല്ലാ. പരിപൂർണമായ വിജയം കൊടുക്കണേ അല്ലാ. കടക്കാരാക്കി ഞങ്ങളെ മരിപ്പിക്കല്ലോ അല്ലാഹുവേ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. ഈമാനില്ലാതെ മരിപ്പിക്കല്ല അല്ലാ. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള ദുആ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് തരണേ അല്ലാ. റമളാനിൽ ഞങ്ങളെ തമ്മിലടിപ്പിക്കല്ല അല്ലാ. പക്ഷപാതിത്വം ഉണ്ടാക്കല്ല അല്ലാ. പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ല അല്ലാ. ഞങ്ങളുടെ പള്ളികളിലെല്ലാം സമാധാനത്തോടെ പരിശുദ്ധമായ ചെലവഴിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. കള്ളിലേക്ക്, പെണ്ണിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, ഹറാമിയത്തിലേക്ക് ഈ സദസ്സിലുള്ള ഒരാള് ഈ മടക്കല്ല അല്ലാ. വബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ റമളാൻ, വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, കസേര പറക്കാനും ബെഞ്ച് പറക്കാനും ഓടി നടന്നവര്, നോട്ടീസ് അടിക്കാനും പോസ്റ്ററൊട്ടിക്കാനും ഓടി നടന്നവര്, പടച്ചവനെ ജനത്തിരക്ക് കണ്ടപ്പോ അവർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ പരിശ്രമിച്ചവര്, അല്ലാഹുവേ അങ്ങനെ ഇതിന്റെ ഓരോ സെക്കൻഡിലെ വിജയത്തിന് വേണ്ടിയും സമയം ചിലവഴിച്ചവര് ഈ ഏറ്റെടുക്കണേ അല്ലാ. നല്ലതുപോലെ മൈക്ക് സെറ്റ് ക്രമീകരിച്ചവര്, നല്ലതുപോലെ സദസ്സിന് വാഹനങ്ങളൊക്കെ ഒരുക്കി വെക്കാൻ സൗകര്യം കൊടുത്തവര്, അതുപോലെ ഈ സദസ്സിനെ നിയന്ത്രിച്ചവര്, പടച്ചവരെ പ്രഭാഷണത്തിന്റെ കാസറ്റ് വിൽക്കാൻ വന്നവര്, വിറ്റവര്, അവരെ സഹകരിച്ചവര്, സഹായിച്ചവര് എല്ലാവരെയും നീ ഏറ്റെടുക്കണേ റബ്ബേ. ഞാൻ 1 മണിക്കൂറോളം വാള് പറഞ്ഞ ഷഹീദാർ പള്ളിയുടെ മദ്രസയുടെ സ്ഥാപനമായ റഹ്മാനിയ അറബി കോളേജിനെ വളർത്തണേ അല്ലാ, ഉയർത്തണേ അല്ലാ. ബിഹഖ് സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്.